ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം സെൻ്റർ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബാക്കിലെ മെട്രോ കാണുമ്പോൾ അറിയാലോ നമ്മൾ എവിടെയാണുള്ളത്. എറണാകുളത്താണ്. എറണാകുളത്തു നിന്നൊരു പുതിയ യാത്ര തുടങ്ങാൻ പോവാണ്. അപ്പോൾ ഇന്ന് നമ്മുടെ എറണാകുളത്തിനെ സംബന്ധിച്ചൊരു വലിയ ദിവസമാണ്. നമ്മുടെ ഗവർണറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ എറണാകുളം KSR ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനമാണ്. നമുക്കത് ഉള്ളിലേക്ക് പോകാം. ഞാൻ എത്താൻ കുറച്ച് ലേറ്റ് ആയി, 11 മണി 7 ഉള്ളിലേക്ക് പോകണം. ഇവിടെ എൻട്രൻസിൽ തന്നെ നല്ല കുറേ കലാരൂപങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ പതിവ് പോലെ നമ്മൾ വീണ്ടും ഒരു ഇനോഗ്രൽ യാത്ര ചെയ്യുകയാണ്. ഞാൻ ഇനോഗ്രൽ യാത്രകൾ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ളൊരു കാര്യമല്ല, പക്ഷേ ഇത് വളരെ സ്പെഷ്യലാണ്. കാര്യം നമ്മുടെ സ്വന്തം എറണാകുളത്തു നിന്നും ബാംഗ്ലൂരിലേക്കുള്ള വണ്ടിയാണ്. ഈ കിടക്കുന്നതാണ് നമുക്കിന്ന് പോകാനുള്ള വണ്ടി പ്ലാറ്റ്ഫോമിൽ എത്തിച്ച് ഇട്ടിട്ടുണ്ട്. ഞാൻ C4-ലാണ്. C4 എന്ന് പറയുമ്പോൾ ഇത് തന്നെ. വണ്ടി ബ്യൂട്ടിഫുള്ളി ഡെക്കറേറ്റഡ് ആണ്. മാലയൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ മാലയൊക്കെ ഒരു സ്റ്റേഷൻ കഴിയുമ്പോഴേക്കും പറന്നു. ഇതാണ് നമ്മുടെ കോച്ച് C4. ഇന്ന് സ്പെഷ്യൽ ട്രെയിനുണ്ട്. 06652 എന്ന ട്രെയിൻ നമ്പർ. റെഗുലർ സർവീസിന് 26652 എന്ന നമ്പർ. 241575 ആണ് കോച്ച് നമ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. നമുക്കൊന്ന് ഉദ്ഘാടന വേദി വരെ പോയിട്ട് തിരിച്ചു വരാം. നമ്മുടെ പ്രിയപ്പെട്ട ഗവർണറാണ് ഇതിൻ്റെ ഉദ്ഘാടകൻ. ഇപ്പോൾ ഗവർണർ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നിലവിലവിടെ കുറച്ച് കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുവഴി ഇവിടെ നിന്നാണ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്. അവിടെ നമ്മുടെ പ്രധാനമന്ത്രി ബനാറസിൽ നിന്ന് ഈ ട്രെയിൻ ഉദ്ഘാടനം ചെയ്യും. അപ്പം ഇതാണ് നമ്മുടെ വണ്ടി. നല്ല ഇതാണ്. ഇതിനകത്ത് നമ്മുടെ ഗവർണറും മറ്റ് ഡിഗ്നിറ്ററീസൊക്കെ അകത്ത് വരുന്നുണ്ട്. നേരത്തെ അവർ കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ. വെൽ ഡെക്കറേറ്റഡ് ആണ് വണ്ടി. ഫ്രണ്ടിൽ നിന്നൊരു പിക്ക് എടുക്കാൻ അവന്മാർ സമ്മതിച്ചില്ല. ലൈവാണ്, അവിടെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ബാക്കിലും എടുക്കാൻ പറ്റുമെന്നുള്ള നോക്കണം. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ചിരകാല ആഗ്രഹമായിരുന്ന എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസിൻ്റെ ഉദ്ഘാടനമാണെന്ന്. കോച്ചിനകത്തൊക്കെ മാല കെട്ടിയിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. കാരണം കോച്ചിനകത്തെ മാല കെട്ടി കഴിഞ്ഞാൽ അത് സ്മെല്ല് വല്ലാണ്ടാവും കുറച്ച് നേരം കഴിയുമ്പോൾ. പ്രത്യേകിച്ച് ഈ ജമന്തിയൊക്കെ പോലത്തെ സാധനം. അവിടെ കാറ്ററിങ്ങിന് ടീം നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഷർട്ടിന് പുറകെ സങ്കല്പ് റിക്രിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നായിരുന്നു. അപ്പോൾ ഭാഗ്യം വൃന്ദാവനാകുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. കാരണം സദേൺ റെയിൽവേന്ന് വൃന്ദാവനെ പുറത്താക്കിയിട്ടുള്ളൂ. ഈ ട്രെയിൻ സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെയാണ്. അപ്പോൾ പുറകിൽ തന്നെ ഡെക്കറേറ്റഡ് ആണ്. പക്ഷേ ഇത് ഫ്രണ്ടിൽ അത്ര ഭംഗിയില്ല. ഫ്രണ്ടിൽ തന്നെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റഡ് ആയിരുന്നു. ഇതിന് അത്രയൊന്നും ഭംഗിയില്ല. ഇതിൽ സാധാരണ പൂക്കൾ മാത്രമേ ഉള്ളൂ. ഫ്രണ്ട് എൻ്റെ നമ്മുടെ വിഷ്വൽസ് കുറച്ചേ കാണിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും പോലീസുകാർ നമ്മളെ തള്ളി മാറ്റിയായിരുന്നു ഇവിടുന്ന്. ഇതാണ് ഉദ്ഘാടന ട്രിപ്പ് പോകുന്ന ട്രെയിന്. ഇത് റേക്ക് നമ്പർ 58 ആണത്. റെഗുലർ ട്രിപ്പിന് റേക്ക് നമ്പർ 53 ആണ് ഉപയോഗിക്കാൻ പോകുന്നത്. അത് വെള്ള വണ്ടിയാണ്, വൈറ്റ് വന്ദേ ഭാരതാണ്. അപ്പോൾ ഈ ട്രിപ്പിനും റെഗുലർ ട്രിപ്പിനും വണ്ടികൾ വ്യത്യസ്തമാണ്. നമുക്ക് കയറാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കയറാൻ പറ്റാതെങ്കിൽ കയറി ബാഗൊക്കെ വെച്ചിട്ട് സമാധാനമായിട്ടിരിക്കുകയായിരുന്നു കുറച്ച് നേരം. ഇതാണ് നമ്മുടെ കോച്ച് C4 06652. ഇനി അകത്ത് ഒരു ഇൻറ്റീരിയേഴ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് ഞാനൊന്ന് ചോദിച്ച് നോക്കട്ടെ. പറ്റുന്നില്ലെങ്കിൽ ക്യാപ്ചർ ചെയ്തേക്കാം. അതേപോലെ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നത് മോട്ടോർ കോച്ച് തന്നെയാണ്. എല്ലാ പ്രാവശ്യവും മോട്ടോർ കോച്ചാണ് കിട്ടുന്നത്. ഇപ്രാവശ്യം മോട്ടോർ കോച്ച് തന്നെയാണ്. മോട്ടോർ കോച്ചാണെന്ന് തെളിയിക്കുന്നതാണ് ഈ കാണുന്ന ഗ്രില്ല്. നമുക്ക് ഇപ്രാവശ്യം അത് തന്നെ കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ സീറ്റ് നമ്പർ 4 എന്ന് പറയുമ്പോൾ അങ്ങേറ്റത്ത് ഫോർവേഡ് ഫേസിംഗ് ആണ്. അടിപൊളി. അതെന്തായാലും അടിപൊളിയായി. 4 എന്ന് പറയുമ്പോൾ ഫോർവേഡ് ഫേസിംഗ് ആണ്. ഇതാണ് ഇന്നത്തെ ട്രിപ്പിനുള്ള TTമാർ. ഈ ട്രെയിനിൻ്റെ TTമാർ എങ്ങനെയാണെന്ന് അറിയില്ല. സദേൺ റെയിൽവേ ആണോ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണോ ഓടാമോന്ന് അറിയില്ല. ഉൾവശമൊക്കെ നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇങ്ങേറ്റത്തെ വിൻഡോ ആണ്. ഞാൻ വിചാരിച്ച റൈറ്റ് സൈഡ് ഫോർവേഡ് ഫേസിംഗ് ആണെങ്കിൽ അതിന് നമുക്ക് ലക്കില്ല. ലെഫ്റ്റ് സൈഡ് ഫോർവേഡ് ഫേസിംഗ് ആണ് നമുക്ക്. ബാക്കിൽ മറ്റേ ഇതൊക്കെ ഉള്ളതുകൊണ്ട് ലെഗ് സ്പേസും കുറവായിരുന്നു. ഇതാണ് നമ്മുടെ കോച്ച്. അങ്ങനെ നമ്മുടെ കോച്ചിനകത്തോടെ കയറി സഡനായിട്ടും കയറിക്കോളാൻ പറയായിരുന്നു. അപ്പോൾ കയറുന്നത് പിടിക്കാൻ പറ്റില്ല. അപ്പോൾ സാധാരണ സീറ്റൊക്കെ തന്നെ, സീറ്റിന് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പുതിയ ഡിസൈൻ സീറ്റാണ്. സീറ്റ് ബാഗൊക്കെ തന്നെ നമ്മുടെ 20 കാർ വന്ദേ ഭാരതിലുള്ള ടൈപ്പ് മെറ്റൽ സീറ്റ് ബാഗാണ്. ട്രേ ടേബിൾ ചെറുതാണ്. ബോട്ടിൽ ഹോൾഡറിൻ്റെ ലൊക്കേഷൻ മാറിയിട്ടുണ്ട്. ഒക്കെ മാറിയിട്ടുണ്ട്. ഫെബ്രുവരി 2024 പണിത കോച്ചാണിത്. 241575. ഇതാണ് ഇതിൻ്റെ ഇത് എന്താ പറയുക പാൻട്രി.
ഹോട്ട് കേസും ബോട്ടിൽ കൂളറൊക്കെ കാണാം. നമ്മുടെ ലോങ് ടേം ആഗ്രഹമായിരുന്ന എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് ഇന്ന് അതിൻ്റെ പ്രയാണം തുടങ്ങുകയാണ്. റെഗുലർ സർവീസ് നവംബർ 11 മുതലാണ് തുടങ്ങുന്നത്. റെഗുലർ സർവീസ് വരുമ്പോൾ എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് 2:20 പുറപ്പെടുക. ഇന്നിപ്പോൾ ഉദ്ഘാടന ട്രിപ്പ് ആയതുകൊണ്ട് മാത്രം രാവിലെ 8 മണിക്ക് പുറപ്പെടുന്നത്. സത്യം പറഞ്ഞാൽ രാവിലെ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്നൊരു വണ്ടിയായിരുന്നു ശരിക്കുള്ള ആവശ്യം. എന്നിരുന്നാലും ഈ വണ്ടി ഫ്ലോപ്പ് ആവില്ല എന്നുള്ളത് ഉറപ്പാണ്. അത്രയും ഡിമാൻഡുള്ള ഒരു സെക്ടറാണ്. സീറ്റ് ടൂർ ഞാൻ ചെയ്യുന്നില്ല, കാരണം ഈ സീറ്റ് നമ്മൾ നേരത്തെ ടൂർ ചെയ്തിട്ടുള്ളതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ നല്ല ഇതുള്ളതാണ്, നല്ല കോണ്ടൂർ കണ്ട്. ഇവിടെയൊക്കെ നല്ല കോണ്ടൂറുണ്ട്, ഷേപ്പുണ്ട്, നല്ല പ്രോപ്പർ ഷേപ്പുണ്ട്, നല്ല രസമുള്ള സീറ്റാണിത്. പിന്നെ വ്ളോഗർമാരെ തട്ടിയിട്ട് നടക്കാൻ വയ്യ. ഇതുകൊണ്ടാണ് ഞാൻ സാധാരണ ഇതിൽ ഉദ്ഘാടന ട്രിപ്പുകൾക്ക് വരാത്തത്. കാരണം നമുക്ക് മനസ്സമാധാനമായിട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. നമുക്ക് എപ്പോഴും കമേഴ്ഷ്യൽ ട്രിപ്പാണ് ഇഷ്ടം. നമുക്ക് ഇനിയൊരു കമേഴ്ഷ്യൽ ട്രിപ്പ്, ഇതിന് ഫസ്റ്റ് കമേഴ്ഷ്യൽ ട്രിപ്പിന് യാത്ര ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അത് 11-ാം തീയതി ഒരു വർക്കിംഗ് ഡേ ആയതുകൊണ്ടും 11-ാം തീയതി എനിക്ക് ഓഫ് എടുക്കാൻ പറ്റാത്തൊരു ദിവസമായതുകൊണ്ടും നമ്മൾ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ നമ്മൾ ടിങ് 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 എന്നുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് കാണിക്കേണ്ട വിഷ്വൽസാണ്. ബലൂണൊക്കെ കെട്ടി ഇതിൻ്റെ ഈ സാധനം ഞാൻ ഇതിനുമ്പോൾ കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു. ഈ കാണുന്ന സാധനമാണ് നമ്മുടെ ലഗേജ് വെക്കുന്ന ഓവർ ഹെഡ് റാക്ക്. അത്യാവശ്യം ഡെപ്ത് ഉണ്ട്, പക്ഷേ വലിയ പെട്ടിയൊന്നും കൊണ്ടുവരരുത്. വലിയ പെട്ടിയെ കൊണ്ടുവന്നതിന് നല്ല ബുദ്ധിമുട്ടാണ്. നമ്മൾ TT ഓൾറെഡി നമ്മൾ ടിക്കറ്റ് ചെക്ക് ചെയ്ത് പോയി. നമുക്ക് N20 യാത്രയുള്ള പാസ്സുണ്ട് ഗൈസ്. നമുക്ക് ബാംഗ്ലൂർ വരെ പോകാനുള്ള പാസ്സുണ്ട്. അപ്പോൾ ഉദ്ഘാടന ട്രിപ്പിന് എല്ലാവർക്കും ഓരോ മാതൃഭൂമി വന്നിട്ടുണ്ട്. മാതൃഭൂമി നല്ല എന്താ പറയുന്നത്, കറക്റ്റായിട്ട് ഈ അവസരം മുതലെടുത്തു എന്ന് വേണം പറയാൻ. അപ്പോൾ ഇത് വന്നിട്ടുണ്ട്, വാട്ടർ ബോട്ടിലുണ്ട്, മിക്കവാറും ഫുഡും സ്നാക്സൊക്കെ പുറപ്പെട്ട് നമുക്ക് കിട്ടാനും സാധ്യതയുണ്ട്. ഇതിൻ്റെ സീറ്റ് ബാക്ക് ഞാൻ നേരത്തെ പറഞ്ഞാൽ തന്നെ ഫുൾ മെറ്റലാണ്. ലെഗ് റൂമൊക്കെ പതിവ് പോലെ നല്ലതാണ്. ഇതാണ് നമ്മുടെ ട്രേ ടേബിൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സൈസ് ചെറുതാണ്, ശകലം ചെറുതാണ്. നമ്മുടെ വന്ദേ ഭാരതിലൊരു ഫുഡ് വിളമ്പാൻ ഉപയോഗിക്കുന്ന ട്രേ ഇതിൽ ഫിറ്റ് ആവില്ല. അതിങ്ങനെ വലിഞ്ഞെന്ന് പറഞ്ഞ് പുറത്തോട്ട് നിൽക്കും. ഇതൊക്കെ സ്റ്റാൻഡർഡൈസ് ചെയ്യേണ്ടതാണ്. എന്താണ് ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. ബോട്ടേഴ്സ് നമ്മൾ റെഡിയാണ്. ഉദ്ഘാടനത്തിന് ഞാൻ സമയമുണ്ട്. സമയം ഇപ്പോൾ 7:30 ആയതേ ഉള്ളൂ. ഇനി 1/2 മണിക്കൂർ കൊണ്ടുണ്ട്. ഇപ്പോൾ ഡോറ് ഒന്ന് ക്ലോസ് ആവും കേട്ടോ, പേടിക്കണ്ട, അത് കഴിഞ്ഞത് ഓപ്പൺ ആവും. അതുകൊണ്ട് പറയും ഉദ്ഘാടനത്തിന് മുമ്പുള്ള ക്ലോസിംഗ് ആണിത്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഓപ്പൺ ചെയ്യുമ്പോഴാണ് പറയുന്നത്. പക്ഷേ ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ 9 മിനിറ്റും കൂടി ബാക്കിയാണ്. അപ്പോൾ ഫൈനലി വീണ്ടും ഡോർസ് ക്ലോസിംഗ് ആയി. ഇത് ലാസ്റ്റ് ആയിരിക്കും. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തുറക്കാനാണ്. പ്രത്യേകിച്ച് ഈ മലയാളികളെ സംബന്ധിച്ച് ഇതുവരെ ഫ്ലാഗ് ഓഫ് ആയിട്ടില്ല. സമയം ഇപ്പോൾ 8:29 വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഡോറിൽ നിന്ന് പുറകോട്ട് വരാൻ സീറ്റിലിരിക്കണേ എന്നൊന്ന് അഭ്യർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ കേൾക്കാണ്ടിരിക്കില്ല. നമ്മളിതുവരെ പുറപ്പെട്ടില്ല, പുറപ്പെടാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഉദ്ഘാടനം തുടങ്ങി. ഞാൻ പറഞ്ഞല്ലോ ഉദ്ഘാടനം നടക്കുന്നത്. പ്രധാനമന്ത്രി അവിടെ പച്ചക്കൊടി വീശുന്നു. നമ്മുടെ ട്രെയിൻ അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. പച്ചക്കൊടി വീശുന്നേ ഉള്ളൂ ഇവിടെ. എനിക്ക് തോന്നുന്നു ഇത് മെയിൻലി സ്ലൈറ്റ്ലി ഡിഫേർഡ് ടെലികാസ്റ്റ് ആണ്. കാര്യം ഇത് ദൂരദർശൻ ന്യൂസാണ് വെച്ചിരിക്കുന്നത്. അഭിമാന നിമിഷത്തിലാണ് നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൻ്റെ 3ാമത്തെ വന്ദേ ഭാരത്. ഇപ്പം അങ്ങനെ കേരളത്തിൻ്റെ 3ാമതും കർണാടകയുടെ 12ാമതും ബാംഗ്ലൂരിൻ്റെ 9ാമതും വന്ദേ ഭാരത് യാത്ര തുടങ്ങായി. ഇവിടെ നമ്മുടെ ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കറാണ് ട്രെയിൻ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത്. രാജേന്ദ്ര ആർലേക്കർ, അതുപോലെ ജോർജ് കുര്യൻ, പിന്നെ നമ്മുടെ കേരള ഇൻഡസ്ട്രീസ് മിനിസ്റ്റർ P. രാജീവ് എന്നിവരെല്ലാവരും ഉദ്ഘാടനത്തിൻ്റെത്. അപ്പോൾ അങ്ങനെ സമയം 8:42 ആയപ്പോൾ നമ്മൾ ബാംഗ്ലൂരിലേക്കുള്ള യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ്. നമ്മുടെ
വന്ദേ ഭാരത് എക്സ്പ്രസ്, നമ്മുടെ തിരുവനന്തപുരം കാസർഗോഡ് വന്ദേ ഭാരത് എക്സ്പ്രസ് നമ്മുടെ മുന്നിലേ പോകുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ മുന്നേ പോകുന്നുണ്ടാവും. കളമശ്ശേരി എത്തി. നമ്മൾ ഇവിടുന്ന് ജസ്റ്റ് ഇറങ്ങുന്നുണ്ട്. ശരിക്കും സ്കെഡ്യൂൾ പ്രകാരം നമ്മൾ 9 മണിക്ക് എത്തേണ്ടതായിരുന്നു തൃശ്ശൂർ. എന്തായാലും എത്തില്ല, ഇപ്പോൾ വിട്ടിട്ടേ ഉള്ളൂ വണ്ടി. താങ്ക് യു. എഗ് സ്മൈൽ ചെയ്തോ. നമ്മുടെ സർവീസ് തുടങ്ങിയിരിക്കുകയാണ്. 1/2 ലിറ്റർ വാട്ടർ ബോട്ടിലാണ് തന്നിരിക്കുന്നത്. നമുക്ക് ചോദിക്കുമ്പോൾ ഇനിയും കിട്ടും. നമ്മളിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ റേക്ക് ബാംഗ്ലൂർ കൽബുർഗി വന്ദേ ഭാരതിൻ്റെ റേക്കാണ്. പിന്നെ ഉദ്ഘാടന യാത്രയ്ക്ക് വേണ്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. മിക്കവാറും ഇത് തിരിച്ചെത്തിക്കഴിഞ്ഞാൽ ഇപ്പം വീണ്ടും കൽബുർഗിക്കും പോകും. മറ്റേ ഇതിൻ്റെ ഒറിജിനൽ റേക്ക് ഈ റൂട്ടിലേക്ക് വരികയും ചെയ്യുന്നുണ്ട്. നമുക്ക് എന്തായാലും ഒരു നവംബർ എൻഡിലോ വല്ല നമുക്കൊരു കൊമേഴ്ഷ്യൽ ട്രിപ്പ് നമുക്ക് ചെയ്യാം. നമ്മളതിന് ആക്സിലറേറ്റ് ചെയ്യാൻ തുടങ്ങി. 64 kmph. പുറത്തെ മാലുകളൊക്കെ എനിക്ക് തോന്നുന്നു കുറച്ച് നേരം കഴിയുമ്പോഴേക്കും പറന്നു പോകും. അകത്തെ ഒരു കമ്പിയൊക്കെ ഇട്ടാണ് കിട്ടിയിരിക്കുന്നത്. പുറത്തും കമ്പിയൊക്കെ ഇട്ട് കെട്ടിയിട്ടുണ്ടാവുമായിരിക്കും. എറണാകുളം ടൗൺ സ്റ്റേഷൻ വഴി പോകുന്നു. കുറേ വ്ളോഗർമാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ 160 kmph ട്രെയിൻ ഓടുന്നു പറഞ്ഞുകൊണ്ട്. നമുക്കിവിടെ 80 kmph പോകുന്നത് വണ്ടിയാണ്. ട്രാക്ക് സൈഡിൽ ഒരു RPF ആയിട്ട് നിൽക്കുന്നു. എന്തൊക്കെ കാണണം ദൈവമേ. അഗല സ്റ്റേഷൻ തൃശ്ശൂർ ഹേ. ഇത് തൃശ്ശൂരാണ് സ്റ്റോപ്പ്. ഇവിടെ തൃശ്ശൂർ വണ്ടിക്ക് സ്വീകരണമുണ്ട്. അപ്പോൾ ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 കൊണ്ടേക്കിയിട്ടുണ്ട് തൃശ്ശൂർ. എടപ്പള്ളി എത്തുന്നു. ആർക്കും വേണ്ടാത്ത നമ്മുടെ വല്ലാർപാടം ലൈനാണ് നമ്മുടെ ലെഫ്റ്റ് സൈഡ്. സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അടിപൊളി. ആൾക്കാരൊക്കെ ഇരുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം. എന്നാലും കുറച്ച് പേര് എനിക്ക് നിൽക്കുന്നുണ്ട്. പോലീസുകാർ വന്ന് നടന്ന ആൾക്കാരൊക്കെ ഇരുത്തുന്നുണ്ട്. പോലീസുകാർ നടന്നു വന്ന് എല്ലാവരോടും ഇരിക്കാൻ പറഞ്ഞ് എല്ലാവരും വിളിച്ച് ഇരുത്തുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന എൻ്റെ പ്രേക്ഷകരോട് ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഇതൊരു ഇനോഗ്രൽ റൈഡാണ്. ഇതൊരു ഇനോഗ്രൽ റൈഡ് ആയതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള സർവീസുകളായിരിക്കില്ല റെഗുലർ സർവീസ് കിട്ടുന്ന ഭക്ഷണമൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ റെഗുലർ സർവീസിൻ്റെത് നമ്മൾ പിന്നീട് ഒരു ട്രിപ്പ് നമ്മൾ ചെയ്ത് റെഗുലർ സർവീസിന് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഇത് ജസ്റ്റ് ഒരു ഇനോഗ്രൽ എക്സ്പീരിയൻസ് എന്ന് മാത്രമേ ഉള്ളൂ. ഇനോഗ്രൽ എക്സ്പീരിയൻസിൽ കിട്ടുന്ന കാര്യങ്ങളൊന്നും തന്നെ റെഗുലർ സർവീസിൽ ഉണ്ടാവില്ല. ഇനോഗ്രൽ ഇത് ഇൻവൈറ്റഡ് യാത്രക്കാരായതുകൊണ്ട് തന്നെ അവർ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡാണ് സാധാരണ സെർവ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ജസ്റ്റ് എടപ്പള്ളി കഴിഞ്ഞു. നമ്മളൊക്കെ അത് ഏറനാട് കളമശ്ശേരി കിടക്കുന്നുണ്ട്. ഏറനാട് തന്നെ നമ്മൾ കളമശ്ശേരി വെച്ച് ഓവർടേക്കും. ഏറനാടിനെ തേച്ചൊട്ടിക്കും. ഏറനാടിനെ കളമശ്ശേരിയിൽ വെച്ചിട്ട് മറ്റേ വന്ദേ ഭാരത് കാസർഗോഡ് വന്ദേ ഭാരത് ഓവർടേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമ്മൾ തന്നെ ഓവർടേക്ക് ചെയ്ത് പോകും. കാസർഗോഡ് വന്ദേ ഭാരത് ചൊവ്വരയൊക്കെ കടന്നു പോകുന്നുണ്ട്. അതിന് നമ്മളിനി കാണില്ല, അതങ്ങ് പോകും. നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂർ MP സുരേഷ് ഗോപി അവർക്ക് അപ്പോൾ നമ്മളങ്ങനെ കളമശ്ശേരിയിലേക്ക് എത്തുകയാണ്. ഏറനാട് ഇന്ന് പോയി എന്നാണ് ഡയറക്റ്റ് ട്രെയിൻ പറയുന്നത്. അറിയില്ല കേട്ടോ, ഏറനാട് കടന്നു പോയി എന്നാണ് പറയുന്നത്. My seat is occupied already by another person. No, that's why. Okay. അതാണ് പോയിട്ടില്ല. വൈറസ് മീ ട്രെയിൻ തെറ്റാണ്. അപ്പോൾ വൈറസ് മീ ട്രെയിൻ പറയാൻ കടന്നു പോയിട്ടില്ല. ഇവിടെ തന്നെ ഉണ്ട്. ഏറനാട് ഡബിൾ തേപ്പ് കിട്ടിയിട്ടിരിക്കുക. ഈ ബാംഗ്ലൂർ ടു കോഴിക്കോട് ബസ്സല്ലേ? അപ്പം അങ്ങനെ നമ്മൾ ഏറനാടിനെ ഓവർടേക്ക്. അപ്പം അങ്ങനെ നമ്മുടെ സ്നാക്ക് ബോക്സ് വന്നിരിക്കുകയാണ്. ബേക്കറി ബി എന്നുള്ള ഇപ്പം എന്താ സാധനം നമുക്ക് തുറന്നു നോക്കാം. ഇതാണ് നമ്മുടെ ഫുഡ്. അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം. ഇതിനകത്ത് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ഇതിനകത്ത് പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ പാക്ഡ് ഐറ്റംസ് ആയിരിക്കും.
റോസ് കുക്കീസ്, എന്തോ ഒരു പ്ലം കേക്കാണെന്ന് തോന്നുന്നു, ഒരു മാംഗോ ഡ്രിങ്ക് ഉണ്ട്, സ്ലൈസ്, ചിപ്പോടെ ഒരു ഡേറ്റ്സ് ഹലുവയുണ്ട്. എല്ലാം കേരളത്തിൽ നല്ല ടിപ്പിക്കൽ അടിപൊളി സാധനങ്ങളാണ്. പിന്നെ ഉള്ളത് 7 മിക്സ് എന്ന് പറഞ്ഞൊരു മിക്സ്ചറാണ്. ചെറിയൊരു ജ്യൂസ്, സ്ലൈസ് ജ്യൂസ് എന്താണെന്ന് എനിക്കറിയില്ല, ഇതൊരു സ്നാക്കാണ്. ഇതൊക്കെയാണ് നമുക്കുള്ളത്. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു സ്ലൈസ് കേക്കാണ് ഇതിനകത്തുള്ളത്. ചിപ്പോടെ പ്രൊഡക്ട്സ് സാധാരണ ഇഷ്ടമാണ്, നല്ല ടേസ്റ്റുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ അത് മുട്ടയില്ല, മൈദയില്ല, ഹെൽത്തിയർ, അതുപോലെ കെറ്റിൽ കുക്ക്ഡ്. പിന്നെ നമ്മൾ ജസ്റ്റ് പെരിയാറിന് കുറുകയുടെ പാലത്തിലേക്ക് എത്തി. അൺഫോർച്ചുനേറ്റ്ലി ആലുവ സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം റൈറ്റ് സൈഡിലായിരുന്നു. പെരിയാർ കിടക്കുന്നു. ഇതാണ് ചാലക്കുടി പുഴ. നല്ല പരിപാടിയല്ലേ? കിട്ടുമല്ലോ. അങ്ങനെ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ കൂടെ പോവാണ്. ചാലക്കുടി അപ്പുറത്ത് എന്തോ ഒരു ലാൻഡ് ലെവലിംഗ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ. എന്താ ഉദ്ദേശം? എറണാകുളം കാത്തിക്കുന്ന യാത്രക്കാരാന്ന് തോന്നുന്നു. മാസ്. ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും എന്തോരം ആൾക്കാരാണ്. അപ്പോൾ ചാലക്കുടി കഴിഞ്ഞു. അടുത്താണ് നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുട. ഞാൻ അടുത്ത സ്റ്റേഷൻ ഇരിങ്ങാലക്കുട ആണെന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും പിന്നെ ഫോണിലോട്ട് നോക്കിയിരുന്നത് അതങ്ങനെ മറന്നുപോയി. നമ്മൾ പുതുക്കാട് എത്തിയെന്ന് തോന്നുന്നു. അല്ല ഇത് ഇരിങ്ങാലക്കുട തന്നെ, ഇരിങ്ങാലക്കുട മിസ്സായിട്ടില്ല. നമ്മുടെ സ്വന്തം ഇരിങ്ങാലക്കുട പാസ് ചെയ്യുന്നു. ഹായ്. അപ്പോൾ നമ്മളങ്ങനെ തൃശ്ശൂരിന് തൊട്ടുമുള്ള സ്റ്റേഷൻ ഒല്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. കുറച്ചധികം ട്രെയിനാണ് നമ്മൾ ഇന്ത്യക്ക് ക്രോസ് ചെയ്തായിരുന്നു. പക്ഷേ നമ്മളിതുപോലെ നിൽക്കുമ്പോഴും ഈ വെള്ളം വീഴുന്ന മഴയല്ല കേട്ടോ, AC കണ്ടൻസേറ്റ് കൊണ്ടാണ് പതിവ് പോലെ. ഇതാണ് ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ. ഒല്ലൂർ റെയിൽവേ സ്റ്റേഷൻ ഒരു പ്രത്യേക റെയിൽവേ സ്റ്റേഷനാണ്. ഇന്ന് ഈ ഒരൊറ്റ പ്ലാറ്റ്ഫോം മാത്രമേ ഉള്ളൂ. പ്ലാറ്റ്ഫോം ഡൗൺ ലൈനിലാണ്. അപ്പോൾ അപ്പ് ലൈൻ വഴിയുള്ള ട്രെയിനുകൾ മെയിൻ ലൈൻ കടന്ന് ഡൗൺ ലൈനിലുള്ള പ്ലാറ്റ്ഫോമിൽ പോയി നിർത്തുക പാസഞ്ചർ ട്രെയിനുകളൊക്കെ. അപ്പോൾ തൃശ്ശൂർ എൻ്റെ ഒരു കണക്ക് പ്രകാരം നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലായിരിക്കും ചെല്ലുന്നത്. കാര്യം തൃശ്ശൂർ സ്വീകരണമുണ്ട്. പിന്നെ അപ്പോൾ നമ്മൾ പതിപോലെ പ്രതീക്ഷിച്ച പോലെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് കയറാം. പതിപോലെയല്ല, പ്രതീക്ഷിച്ച പോലെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് കയറാണ്. അപ്പം നമ്മളങ്ങനെ തൃശ്ശൂർ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് കയറിയിരിക്കുകയാണ്. തൃശ്ശൂർ അണ്ടിയാമീസ് ഉണ്ടല്ലോ അവിടെ നേരത്തോട്ട് വഴി കിടക്കുന്നുണ്ടോ?
ഗ്രാൻഡായിട്ട് എല്ലാ സ്ഥലത്തും സ്വീകരണമൊക്കെ ഉണ്ട്. ചെണ്ടമേളങ്ങളും എല്ലാമായിട്ട് നമ്മുടെ വണ്ടികളെ സ്വീകരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഡോർ അടഞ്ഞു. നമുക്ക് തൃശ്ശൂർ ഒക്കെ പുറപ്പെടാം. നമ്മുടെ ഉത്രാളിക്കാവ് അമ്പലം. ഈ റൂട്ടിൽ തന്നെ ട്രെയിൻ സ്പോട്ടിങ്ങിന് ബെസ്റ്റ് സ്ഥലമാണ്. ഈ പാടത്തിനടുക്ക് പോയി നിന്നിട്ട് ബാക്കി കൂടുതൽ ട്രെയിൻ പോകുന്നത് കാണാൻ നല്ല രസമാണ്. നമ്മുടെ മാംഗ്ലൂർ ട്രിവാൻഡ്രം വന്ദേ ഭാരത് എക്സ്പ്രസ് ഷൊർണൂരിൽ നിന്ന് പുറപ്പെട്ടു എന്ന് കണ്ടു. നമ്മൾ വള്ളത്തോൾ നഗർ സ്റ്റേഷൻ എടുത്തിട്ട് നമ്മളിപ്പോൾ അതിനെ ക്രോസ് ചെയ്യണം. ഐഡിയലി വരുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ വള്ളത്തോൾ നഗർ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. സ്റ്റേഷൻ ലെഫ്റ്റ് കേവാണ്, അതാണ് പ്രശ്നം. നമ്മളങ്ങനെ വള്ളത്തോൾ നഗർ ഷൊർണൂർ ബി ക്യാബിൻ ഹോമിൽ നിൽക്കുകയാണ്. അപ്പോൾ പോകുന്ന മംഗളൂർ സെൻട്രൽ തിരുവനന്തപുരം സെൻട്രൽ വന്ദേ ഭാരത് എക്സ്പ്രസ് 20 കാറിൻ്റെ റേക്കാണ്. നമ്മളിതിലൊരു എൻഡ് ടു എൻഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതുപോയതിലേക്ക് നമുക്ക് ക്ലിയറൻസ് കിട്ടി. അപ്പോൾ നമ്മളങ്ങനെ 80 km/h ടെറിട്ടറിയിൽ നിന്നും 110 km/h ടെറിട്ടറിയിലേക്ക് കടക്കാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഭാരതപ്പുഴ പാലം കടക്കും. ഇതാണ് ഭാരതപ്പുഴ പാലം. അടിപൊളിയാണ്. റൈറ്റ് സൈഡിലാണ് പുതിയ പാലത്തിൻ്റെ പണി നടക്കുന്നത്. നമ്മൾ കാണുന്ന ലെഫ്റ്റ് സൈഡാണ്. ഈ ലെഫ്റ്റിലുള്ളതാണ് നമ്മുടെ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. ആദ്യമായിട്ടാണ് ഈ ഭാഗത്തേക്ക് ഒരു റെഗുലർ വന്ദേ ഭാരത് സർവീസ് ഓടാൻ പോകുന്നത്.
കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ ഓടിയിട്ടുണ്ടായിരുന്നു എറണാകുളത്തു നിന്ന്. എറണാകുളം ബാംഗ്ലൂർ സ്പെഷ്യൽ ഓടിയിട്ടുണ്ടായിരുന്നു. ആ സ്പെഷ്യൽ അല്ലാണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് റെഗുലർ സർവീസ് ഓടാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ഓടുന്ന ഇനോഗ്രൽ സ്പെഷ്യലാണ്. 11-ാം തീയതി മുതൽ റെഗുലർ സർവീസ് ഓടും. ഫുൾ ട്രയാങ്കിൾ ഇവിടെ നിന്ന് കാണാം. കാടൊക്കെ വെട്ടിയപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കാണാം നമുക്ക് ട്രയാങ്കിൾ. വണ്ടി ഇപ്പോൾ പാലക്കാട് ഡിവിഷനിൽ കയറി കഴിഞ്ഞു. ഇനി പാലക്കാട് ഡിവിഷൻ്റെ പാലക്കാട് ഡിവിഷൻ്റെ കൺട്രോളിംഗ് ഇനി അങ്ങോട്ട്. ഇപ്പോൾ നമ്മളൊരു 22 km/h പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ എൻ്റെ ഓർമ്മിച്ചിട്ടുണ്ടെങ്കിൽ 30-50 അങ്ങോട്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്. അപ്പോൾ റെസ്ട്രിക്ഷൻ കഴിഞ്ഞ് നമ്മൾ A cabin കടന്നു കഴിഞ്ഞാൽ നമുക്ക് നേരെ 110 ടെറിട്ടറിയിലോട്ട് കയറാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഷൊർണൂർ സൈഡിൽ നിന്ന് വരുന്ന ലൈന്. മാംഗ്ലൂർ ജംഗ്ഷൻ സൈഡിൽ മാംഗ്ലൂർ സെൻട്രലിൽ നിന്ന് ഷൊർണൂർ വഴി നേരെ ഒറ്റപ്പാലത്തേക്ക് വരുന്ന ലൈന്. നമ്മൾ അതിലേക്കാണ് മേർജ് ചെയ്യുന്നത്. അതാണ് മെയിൻ ലൈൻ. ഇതാണ് ഷൊർണൂർ A cabin. ഇനി ബ്രേക്ക് ഫുള്ള് ലൈനിലേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് പറന്നു തുടങ്ങാം. ആ പറക്കൽ കാണാനാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. തുടങ്ങി മക്കളെ, തുടങ്ങി. അപ്പം മച്ചന്മാരെ പൊളിക്കാൻ ഞങ്ങൾ റെഡിയാണ്. നിങ്ങൾ റെഡിയാണ്? ഒരു മിനിറ്റ്. ഉണ്ടായിരുന്ന നമ്മൾ പാലക്കാട് ജംഗ്ഷനിലേക്ക് അടുക്കായി. നമ്മൾ ഏകദേശം 3/4 മണിക്കൂർ ലേറ്റായിട്ടാണ് എറണാകുളത്തു നിന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പാലക്കാട് നമ്മൾ എത്തേണ്ടിയിരുന്ന സമയം എന്ന് പറയുന്നത് 10:50 ആയിരുന്നു. 10:58 ആയപ്പോഴേക്കും നമ്മൾ പാലക്കാടേക്ക് എത്താണ്. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് കൊണ്ടുപോകുന്നു തോന്നുന്നു വണ്ടി. വല്ലാത്ത പോക്കണല്ലോ. നമ്മൾ ഇവിടുന്ന് പോയിന്റ്സ് കടന്നിട്ടുണ്ട്. പ്ലാറ്റ്ഫോം 1-ലേക്ക് പോകാൻ തോന്നുന്നു കണ്ടിട്ട്. ഇത് വെറൈറ്റി ആട്ടോ. ഞാനിത് 4-5 തന്നെ നിർത്തിയിട്ട് പതിപോലുള്ള പ്ലാറ്റ്ഫോമിൽ നിർത്തി അതിൽ തന്നെ ഉദ്ഘാടനം നടത്തി വിടുമെന്ന് വിചാരിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് മേജർ ഉദ്ഘാടന പരിപാടികൾ പ്ലാൻ ഉണ്ടെന്ന് തോന്നുന്നു. പറഞ്ഞ പോലെ തന്നെ 1-ലേക്ക് പോകുന്നു നമ്മൾ. ദിലുകൾ തുറക്കുന്നു. നമ്മുടെ പാലക്കാട് ജംഗ്ഷനിലേക്കായിരുന്നു. പ്ലാറ്റ്ഫോം 2 വഴിയാണ് 1-ലേക്ക് കയറുന്ന ലൈന്. അതാ ഈ കാണുന്ന പ്ലാറ്റ്ഫോം നമ്പർ 2 ആണ്. ഇവിടെ നിന്നാണ് ഫർദർ പോയിന്റ്സ് ആയിരുന്നു 1-ലേക്ക് കടക്കുന്നത്. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് പ്രവേശിക്കുന്നു. പിന്നെ ചെന്നൈ സൂപ്പറിന് എന്ത് ചെയ്തെന്ന് അറിയില്ല. ചിലപ്പോൾ ടൗണിൽ കൊണ്ടിട്ടിട്ടുണ്ടാവും. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി സാർ അറിയുടെ പാലക്കാട് പിന്നല്ല സാർക്കും ഇല്ല. ഇല്ല കേട്ടോ, ഞാൻ ബാംഗ്ലൂരിലെ വരുന്നില്ല. ഞാൻ കോയമ്പത്തൂർ ഇറങ്ങി. നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ ഫുഡ് ലോഡ് ചെയ്യുന്നത്. ഇവിടുന്നാണ് നമ്മുടെ ലഞ്ച്. മിക്കവാറും കോയമ്പത്തൂർ മുമ്പ് ലഞ്ച് സർവീസ് ആയതുണ്ട്. അവിടെ പുറത്തായിട്ട് പന്തലിട്ടിരിക്കുകയാണ്. പുറത്ത് പന്തലിട്ടാണ് ഉദ്ഘാടന പരിപാടി നടത്തുന്നത്. നമ്മുടെ ഇനോഗ്രൽ ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് പുതിയ AC വെയിറ്റിംഗ് ഹാൾ വന്നിരിക്കുന്നത്. കിടക്കുന്നറിയില്ല. നമ്മളെന്തായാലും ആ ഒരു 8-9 മിനിറ്റ് ലേറ്റായിട്ട്
നമ്മുടെ വണ്ടി പുറപ്പെടായി. അടഞ്ഞു. അപ്പോൾ അങ്ങനെ നമ്മുടെ പാലക്കാട് ജംഗ്ഷനിൽ പുറപ്പെട്ടു. ഇവിടെ വലിയ പ്രോഗ്രാം കേട്ടോ, വലിയ സ്റ്റേജ് ആയിട്ട് വലിയ മേജർ പ്രോഗ്രാം നടത്തുന്നത്. പാലക്കാട് ജംഗ്ഷനിൽ ഡിവിഷണൽ ഹെഡ്ക്വാർട്ടേഴ്സ് ഉണ്ടെങ്കിൽ ആദ്യമായിട്ടാണ് പാലക്കാട് ജംഗ്ഷൻ വഴി റെഗുലറായിട്ടുള്ള വന്ദേ ഭാരത് സർവീസ് വരുന്നത്. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇനോഗ്രൽ അല്ല സ്പെഷ്യൽ ട്രെയിൻ കൂടിയായിരുന്നു, പക്ഷെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ആദ്യമായിട്ടാണ് ഇതുവഴി ഒരു റെഗുലർ സർവീസ് വരുന്നത്. പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു എന്താ പറയുക, ഒരു സുവർണ്ണ നിമിഷമാണ്. അപ്പോൾ നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങായി. ഇതിൽ ആ കാണുന്നതാണ് പാലക്കാട് മെമു ഷെഡ്. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ വീണ്ടും ഉദ്ഘാടനം മിക്കവാറും അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 1 കയറാനാണ് സാധ്യത. പ്ലാറ്റ്ഫോം 1 അവിടെ ഡബിൾ ഡിസ്ചാർജ് ഉണ്ട്. നമുക്ക് നമ്മുടെ സീറ്റിലോട്ട് പോകാം. പാലക്കാട് 2 P7s ഒരുമിച്ചിടുന്നു. 2 വിജയവാഡ ലോക്കോസാണ്. 39468 369. ഫുഡ് സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് അനൗൺസ് ചെയ്തവർ. പാലക്കാട് നിന്നുള്ള ആദ്യത്തെ റെഗുലർ വന്ദേ ഭാരത് സർവീസാണ് എറണാകുളം ബാംഗ്ലൂർ വന്ദേ ഭാരത്. ഇന്ന് ഇനോഗ്രലാണ്, 11-ാം തീയതി ഉദ്ഘാടനം. അപ്പോൾ നമ്മുടെ ലഞ്ച് സെർവ് ചെയ്തു. ടോപ്പ് ഇൻ ടൗൺ എന്ന് പറഞ്ഞൊരു ലഞ്ച് പാക്കറ്റാണ്. ഞാൻ തുറന്ന് കാണിക്കാൻ എന്താണെന്നുള്ളത്. ഇതാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ച്. അപ്പോൾ അതേപോലെ വെജ് ലഞ്ചാണ്. ഇതാണ് നമ്മുടെ ലഞ്ചിനകത്തുള്ളത്. സ്പൂൺ തന്നിട്ടുണ്ട്, സ്പൂൺ എടുക്കാം. അതിനകത്തൊരു ബിരിയാണി ഉണ്ട്, ഇത് ചപ്പാത്തിയാണെന്ന് തോന്നുന്നു, കറി ഉണ്ട്, ഗുലാബ് ജാമുനുണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, കട്ട് വെജിറ്റബിൾസ് ഉണ്ട്, പിക്കിളുണ്ട്, തൈരുണ്ട്, അങ്ങനെ സാധനങ്ങളുണ്ട്. നമ്മുടെ പ്രദേശം പോലെ തന്നെ ബി ലൈൻ വഴി തന്നെ പോകുന്നത്. എ ലൈൻ അല്ല, ബി ലൈൻ വഴി തന്നെയാണ് പോകുന്നത്. ബി ലൈൻ വഴി കയറി നമ്മൾ സ്പീഡ് പിടിച്ചിട്ട് കഞ്ഞിക്കോട് വരെ പറക്കാമല്ലോ. കഞ്ഞിക്കോട് അങ്ങോട്ടല്ല സ്ലോ ഉണ്ട് ആവശ്യമുള്ളൂ. അപ്പോൾ പ്രതീക്ഷ പോലെ തന്നെ ചപ്പാത്തി തന്നത് 2 ചപ്പാത്തി ഉണ്ട്, നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡ് എങ്ങനെയുണ്ടെന്നില്ല ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഈ ഫുഡ് നിന്ന് വെറുതെയാണ്, കാരണം ഇത് ഇനോഗ്രൽ റണ്ണിനുള്ള സ്പെഷ്യൽ ഫുഡാണ്, അല്ലാണ്ട് ഇത് റെഗുലർ ട്രിപ്പിൽ ഈ ഫുഡ് കിട്ടില്ല. നല്ലൊരു തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയാണ്. അറിയാമല്ലോ, സൂപ്പറായിട്ടുണ്ട്. നല്ല ഫുഡാണ് കേട്ടോ. ഇതുപോലെ നല്ല ഫുഡ് എല്ലാ ട്രിപ്പിലും വിളമ്പുന്നതാണ് പ്രദേശം. നന്നായിരുന്നു. മീൻവൻ നമ്മൾ കഞ്ഞിക്കോട് സ്റ്റേഷനടുത്ത് എത്താറായി. നമ്മൾ കഞ്ഞിക്കോട് സ്റ്റേഷനെത്തി. ഇത് കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ്. അതിനെ വിട്ടടിച്ചു. നമ്മളിവിടെ നേരെ ബി ലൈനിലേക്ക് കയറി ടുവേർഡ്സ് പാലക്കാട്, ടുവേർഡ്സ് കോയമ്പത്തൂർ. ബി ലൈനിലോട്ട് കയറി ഗാർഡ് വില്ലേജ് ബോർഡ് കണ്ടില്ലേ. ഈ റൂട്ടിൽ യാത്ര എപ്പോഴും റൈറ്റ് സൈഡ് പിടിക്കാറ്. ലെഫ്റ്റ് സൈഡ് എല്ലാ പ്രാവശ്യവും മിസ് ചെയ്യണം. റൈറ്റ് സൈഡ് വളവ് പിടിക്കാൻ വേണ്ടി റൈറ്റ് സൈഡ് മാത്രം ഫോക്കസ് ചെയ്തു. നമ്മുടെ വന്ദേ ഭാരത്തിനാണ് നമുക്ക് റൈറ്റ് സൈഡ് പ്രത്യേകിച്ച് പിടിക്കാനൊന്നുമില്ല, അതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് പിടിക്കാൻ. ഈ സൈഡ് നല്ല ഭംഗിയാണ്. നമ്മൾ ഈ റൂട്ട് സത്യം പറഞ്ഞാൽ കാട്ടിന് ഉള്ളിലൂടെയല്ല, കാടിന് ബഫർ സോണിൽ കൂടെയാണ് പോകുന്നത്. മാലകൾ ഇതുവരെ പറന്നു പോയിട്ടില്ല കേട്ടോ. മാല എപ്പോഴും ഉണ്ട്. ഞാനിത് പാലക്കാടിന് മുമ്പിനെ പറന്നു വിചാരിച്ചത്. നല്ല കമ്പിയുടെ കെട്ടിയിരിക്കുന്നത്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മലകൾ കണ്ടില്ലേ. നമ്മൾ വെസ്റ്റേൺ ഗാർഡ്സുള്ള പാലക്കാട് ഗ്യാപ്പ് വഴിയാണ് ഇപ്പോൾ കൊണ്ടിരിക്കുന്നത്. അവിടെ നമുക്കൊരു 60 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ് ഈ പതുക്കെ പോകുന്നത്. ഈ 60 km/h സ്പീഡ് റെസ്ട്രിക്ഷൻ നമ്മൾ ഏകദേശം മധുക്കര എത്തുന്നവരുണ്ട്. നമ്മൾ വാളയാർ സ്റ്റേഷനിലേക്ക് എത്തി. വാളയാർ സ്റ്റേഷനിലെ യാർഡാണ് ഈ കാണുന്നത്.
ഇവിടെ നമുക്ക് ഓവർടേക്കൊന്നുമില്ല. കോയമ്പത്തൂർ വേണ്ടി 2-3 ഓവർടേക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. കോയമ്പത്തൂർ വരെ മിക്കവാറും ഇങ്ങനെയൊക്കെ തന്നെ. ഈ ലെഫ്റ്റ് കാണുന്നത് മലബാർ സിമെൻസിൻ്റെ യൂണിറ്റാണ്. അവരൊരു സൈഡിങ് ഉണ്ട്, അതിനകത്തോട്ട് റെയിൽവേ ലൈൻസിട്ടൊരു സൈഡിങ് ഉണ്ട്. ഇവിടുന്ന് അങ്ങനെ ലോഡിങ് ഞാൻ കണ്ടിട്ടില്ല, ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞു. ആ ബോർഡ് ജസ്റ്റ് മിസ് ചെയ്തു. നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറി കഴിഞ്ഞാൽ കാട് കഴിഞ്ഞിട്ട് ഇവിടെ നാടായി. ഇവിടെ കൃഷിയൊക്കെ കാണാം. പുറകെ നല്ല ബ്യൂട്ടിഫുൾ മലകൾ കാണാം, വെസ്റ്റേൺ ഗാർഡ്സിൽ. കഴിഞ്ഞത് ഇവിടെ വരെയുള്ള ഗാർഡ് സെക്ഷൻ. ഗാർഡ് സെക്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് പറഞ്ഞു തുടങ്ങാം. കാട്ടിൽ 60 മുകളിലൂടെ കയറിയതാണോ? അതാണ്. അങ്ങനെ ഇവിടെ മധുക്കരയിലെത്തി. അപ്പം നമ്മളങ്ങനെ പാലക്കാട് ഡിവിഷനിൽ നിന്ന് പുറത്തിറങ്ങി. നമ്മൾ ജസ്റ്റ് പോത്തന്നൂർ എത്തുക. മുകളിൽ കൂടെ പോകുന്നതാണ് പൊള്ളാച്ചി സൈഡിൽ നിന്ന് ലൈന്. ട്രെയിൻ ഇപ്പോൾ ജസ്റ്റ് പോത്തന്നൂർ ജംഗ്ഷനിലേക്ക് എത്താൻ പോകുന്നു. ഈ ലെഫ്റ്റ് സൈഡിൽ ഇറക്കം ഇറങ്ങി വരുന്നതാണ് മധുരയിൽ നിന്ന്, പൊള്ളാച്ചി, മധുരൈ ദിണ്ടുകൽ പൊള്ളാച്ചി വഴി പോത്തന്നൂരിലേക്ക് വരുന്ന ലൈന്. ഈ ലൈനിൽ നിന്ന് കുറച്ച് നേരത്തെ മറ്റേ പാലത്തിന് മുകളിൽ കൊണ്ട് നമ്മൾ ക്രോസ് ചെയ്ത് പോയത്. അപ്പോൾ പോത്തന്നൂർ സ്റ്റേഷൻ വഴിയുള്ള റൺ ത്രൂ ആണ്. ഇവിടെ വണ്ടിക്ക് സ്റ്റോപ്പില്ല. പണ്ട് സ്പെഷ്യലായിട്ട് ഓടിക്കൊണ്ടിരുന്ന കോയമ്പത്തൂർ സ്റ്റോപ്പ് ഉണ്ടായിരുന്നില്ല, പകരം പോത്തന്നൂരായിരുന്നു സ്റ്റോപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടല്ലോ ഒരു ഓവർടേക്ക്. ഇതെനിക്കൊന്ന് മധുരൈ കോയമ്പത്തൂർ ഇൻട്രസിറ്റി ആണെന്നു. അപ്പം നമ്മൾ ഈ ലൈനെ വെച്ചിരിക്കും ആ മെയിൻ ലൈനായിട്ട് നേരെ ടുവേർഡ്സ് കോയമ്പത്തൂരും നമ്മൾ സ്പീഡ് പിടിച്ചു തുടങ്ങി. പൊള്ളി പൊള്ളി പൊള്ളി. അപ്പം നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് കയറാണ്. കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 1 പ്രവേശിക്കുകയാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1 ഉദ്ഘാടന സമ്മേളനം നടക്കാൻ പോകുന്നത്. ഇതോ അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 2, 3, 4 ധൻബാദ് കിടക്കുന്നു. അപ്പോൾ ധൻബാദിന് ഇവിടെ തന്നെ നമ്മൾ പണ്ട് ഇവിടെ തന്നെ ധൻബാദിനെ ഓവർടേക്കുകയാണ്. ഒരു റണ്ണിങ് ഓവർടേക്ക് പ്രതീക്ഷിച്ചല്ലേ ഞാൻ. ആ കിടക്കുന്നതാണ് ധൻബാദ് ആലപ്പുഴ. അതിന് നമ്മൾ ഓവർടേക്ക് ചെയ്തു. നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ പ്ലാറ്റ്ഫോം നമ്പർ 1 എത്തി. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ എത്തി. ഇതാണ് കോയമ്പത്തൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ. ആ ട്രെയിൻ ഇടിക്കുന്നത് പുക വരുന്നുണ്ട്. ഇവിടെ വലിയ പരിപാടിയൊന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ 2 സൈഡിലോട്ടും ഡോർ വന്നിട്ടുണ്ട്. ഇവിടെ പ്രോഗ്രാം ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മുടെ വേസ്റ്റ് കൺട്രോൾ ചെയ്യുന്നുണ്ട് അവർ. അപ്പുറത്തെ സൈഡിൽ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്.
4 ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ഉണ്ടെന്ന്. പക്ഷെ ഇവിടെ പ്രോഗ്രാം ഒന്നും കാണാനില്ല. പ്രോഗ്രാം ഉണ്ടോ എന്ന് അറിയില്ല. അവിടെയൊക്കെ വേസ്റ്റ് ഇറക്കുന്നുള്ളൂ. അപ്പം നമുക്കിനിയിപ്പോൾ ഇവിടുന്ന് വിളമ്പാനുള്ളത് ഈവനിങ് സ്നാക്സാണ് തോന്നുന്നത്. അവിടെ കുറേ കൊണ്ടു വെച്ചിട്ടുണ്ട്. എനിക്കൊന്ന് ഈവനിങ് സ്നാക്സ് ആണ്. അടയാറാണെന്ന് പറഞ്ഞ സാധനങ്ങളാണ് മൊത്തം. ഇത് പ്രത്യേകിച്ച് പ്രോഗ്രാം ഉണ്ട്. ഫ്രണ്ട് സ്റ്റേജ് ഉണ്ട്. ഞാൻ കണ്ടില്ല. പ്രോഗ്രാം ഉണ്ട് ഫ്രണ്ടിൽ സ്റ്റേജ് ഉണ്ട്. അപ്പോൾ അവിടെ വണ്ടികളുടെ സ്വീകരണം നടക്കുന്നുണ്ട്. അവിടുന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യണം. അപ്പോൾ ഡോറ് ക്ലോസായി. 2 സ്ഥലത്തും ഡോർ ഒരുമിച്ച് ക്ലോസായി. അടിപൊളി. ആൾക്കാരൊക്കെ പുറത്തിറങ്ങി, കുറേ ടീംസ് പുറത്തിറങ്ങി വീഡിയോ എടുത്ത് നിൽക്കുകയായിരുന്നു. അടയിൽ നിന്നൊക്കെ വളരെ പെട്ടെന്നാണ് അടഞ്ഞു. വീണ്ടും ഡോറടഞ്ഞു. വീണ്ടും ഡോറടഞ്ഞു. അപ്പോൾ നമുക്ക് പുറപ്പെടാം. സമയം 12:13. ഇപ്പോൾ വണ്ടി ഇപ്പോൾ സേലം ഡിവിഷനിൽ കയറി. TT-മാരും അതുപോലെ ട്രിവാൻഡ്രം ഡിവിഷൻ്റെ TT പാലക്കാട് വരുന്നു. പാലക്കാട് ഡിവിഷൻ്റെ TT കയറി. എനിക്കൊന്ന് ഇപ്പോൾ ഇവിടുന്ന് സേലം ഡിവിഷൻ്റെ TT കയറിയിട്ടുണ്ടാകും. ഫസ്റ്റ് ഡേ മാത്രമേ അങ്ങനെ ഉണ്ടാവുള്ളൂ. റെഗുലർ സർവീസ് ആയി കഴിഞ്ഞാൽ ബാംഗ്ലൂർ ടു എറണാകുളം സിംഗിൾ TT ആയിരിക്കും. പിന്നെ മിക്കവാറും SWRൻ്റെ ക്രൂ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ എവിടെയായിരുന്നു സ്വീകരണം? ഇവിടെ ആരായിരുന്നു സ്വീകരണം നടത്തിയതെന്ന് അറിയില്ല കേട്ടോ. കുറച്ചധികം പച്ചക്കൊടികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ പുറപ്പെട്ടു. ഇനി നമുക്ക് തിരുപ്പൂരിൽ സ്റ്റോപ്പുണ്ട്. സിൽച്ചാർ കോയമ്പത്തൂർ എക്സ്പ്രസിൻ്റെ റേക്ക് ഇവിടെ കിടക്കുന്നു. അപ്പുറത്ത് ധൻബാദ് ആലപ്പുഴ ഇപ്പോൾ അവിടെ കിടക്കുന്നേ ഉള്ളൂ. ആ കിടക്കുന്ന വണ്ടി 3738 ഈറോഡിൻ്റെ ലോക്കൽ ധൻബാദാണ്. ധൻബാദ് എറണാകുളം ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ വെച്ച് തന്നെ ഓവർടേക്ക് ചെയ്തു. വഴിക്കിട്ട് നല്ല റണ്ണിങ് ഓവർടേക്ക് കിട്ടുന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. സാരമില്ല. അപ്പോൾ നമ്മളങ്ങനെ കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷൻ വഴി റൺ ത്രൂ ആണ്. സ്റ്റേഷൻ റൈറ്റ് സൈഡിലാണ്. സീറ്റിലേക്ക് എത്തിയതുകൊണ്ട് ഇനിയിപ്പോൾ സീറ്റിൽ തന്നെ പിടിച്ചേക്കാന്ന് വെച്ചാൽ എനിക്ക് പോകുന്നില്ല. ഒന്നും പുതിയതല്ലോ. പിന്നെ നമ്മൾ എന്തായാലും ഒരു കമേഴ്ഷ്യൽ ട്രിപ്പ് ഉണ്ടെങ്കിൽ നമ്മളൊരു കമേഴ്ഷ്യൽ ട്രിപ്പ് നമ്മൾ വരുന്നുണ്ട്. അങ്ങനെ കോയമ്പത്തൂരിൽ നിന്ന് ബാംഗ്ലൂർ റൂട്ടിലെ 2ാമത്തെ വന്ദേ ഭാരത് എത്തി. അവരുടെ ഇപ്പോഴുള്ള വന്ദേ ഭാരതിനെക്കാട്ടും 1 മണിക്കൂർ പെട്ടെന്നെത്തി വണ്ടി. ഈ വണ്ടി അതായത് നമ്മുടെ ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എറണാകുളത്തു നിന്ന് ബാംഗ്ലൂർക്ക് വെറും 8 മണിക്കൂറും 40 മിനിറ്റുമാണ് ഓടിയിരുന്നത്. അതേ റൂട്ടിൽ ഓടുന്ന നെക്സ്റ്റ് ഫാസ്റ്റസ്റ്റ് ട്രെയിനിന് 11 മണിക്കൂറിന് മേലെ വേണം. അപ്പോൾ നിങ്ങൾക്ക് ആലോചിക്കുക എന്തോരം സമയം ലാഭിക്കുന്നുണ്ടത്. സ്റ്റോപ്പ് കുറവുള്ളതുകൊണ്ടാണ് വന്ദേ ഭാരത് വേഗം എത്തുന്നതെന്നൊക്കെ പറയുന്നവരോട് വേറൊന്നും പറയാനില്ല. വന്ദേ ഭാരത് ഇസ് ഡിഫറെൻറ്റ്. വന്ദേ ഭാരത് വളരെ പെട്ടെന്ന് സ്പീഡ് ക്യാപ്ചർ ചെയ്യും, വളരെ പെട്ടെന്ന് ആക്സിലറേറ്റ് ചെയ്യുന്നു. ആ ഡിഫറൻസ് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ സ്റ്റോപ്പ് കുറവാണെന്നും പറഞ്ഞ് ആശ്വസിച്ചിരിക്കുകയാണ് നല്ലത്. പാട്ട് വേണ്ട സാധാ ഇട്ടാൽ 40 சொன்னேன் 50 சொன்னேன் 50 சொன்னேன். അപ്പോൾ നമ്മളിത് ഇരകൂറിലേക്ക് എത്തി. ചറ പറയുന്ന വീഡിയോ എടുക്കുന്ന ആൾക്കാരാണ്. ഇതാണ് ഇരകൂർ സ്റ്റേഷൻ. கோயம்புத்தூர்லேருந்து போகிற வந்தே பாரதில் தான் இப்போ போய்க்கிறோம். அது வேண்டாம் ഇപ്പോൾ മനസ്സിലായി എന്തുകൊണ്ടാണ് ഈ നോവൽ യാത്രകൾ ചെയ്യാത്തത്. നമുക്ക് സമാധാനമായിട്ടൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. കുഴപ്പമില്ല, നമുക്ക് റെഗുലറായിട്ട് നമുക്ക് തുടങ്ങാം. റെഗുലർ ഓടി തുടങ്ങട്ടെ. അപ്പോൾ ഇരകൂർ കഴിഞ്ഞു. ഇനി കുറച്ച് നേരം നമ്മൾ പറന്ന് നമ്മൾ തിരുപ്പൂർ പോയി ലാൻഡ് ചെയ്യും. വീണ്ടും ഒരു ഓവർടേക്ക്. അത് പക്ഷേ കാലി റേക്കാണ്, ഏതോ സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്കാണ്.
പോത്തന്നൂർ ബറൗണിയുടെ സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേസാണ്. അപ്പോൾ ഇത് പാർഡ് റേക്ക. വാഞ്ചിപ്പാളയം എത്തി. വാഞ്ചിപ്പാളയം നമ്മളങ്ങനെ തിരുപ്പൂർ സ്റ്റേഷനിൽ കയറാണ്. സൗത്ത് ഇന്ത്യയുടെ തന്നെ ഒരു ഗാർമെൻറ്റ് ഹബ്ബാണ്, കോട്ടൺ ടെക്സ്റ്റൈൽസ് ഹബ്ബാണ് തിരുപ്പൂർ എന്ന് പറയുന്നത്. എസ്പെഷ്യലി ഹോസിയറി സാധനങ്ങൾ, അതായത് ബനിയൻ ക്ലോത്ത് സാധനങ്ങളുണ്ട്. ഇവിടുന്ന് സ്കൂൾ പിള്ളേർ കയറാനുണ്ട്. ഇവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങളുടെ എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. നമ്മളങ്ങനെ തിരുപ്പൂർ നിർത്തിയിരിക്കുകയാണ്. ഫ്രണ്ടിലായിരുന്നു പ്രോഗ്രാം. അവിടെ കൊടിയും മറ്റും കാണാനുണ്ട്. അവിടെ ആയിരുന്നു പ്രോഗ്രാം. നമ്മുടെ കോച്ച് ഏറെക്കുറെ കാലിയായിട്ടോ. തിരുപ്പൂർ ആയപ്പോഴേക്കും മിക്കവാറും ആൾക്കാരൊക്കെ ഇറങ്ങി. എനിക്കൊന്നും ഇവിടെ സൈലൻറ്റ് ഡിവിഷൻകാരായിട്ട് അങ്ങനെ പാസുകളൊന്നും കൊടുത്തിട്ടില്ല. വണ്ടി മിക്കവാറും കാലിയായി. സീറ്റുകൾ അപ്പോൾ തിരുപ്പൂർ എത്തി. ഇനി ഈറോഡ്, സേലം, അത് കഴിഞ്ഞാൽ പിന്നെ കൃഷ്ണരാജപുരം, ബാംഗ്ലൂർ. ഇപ്പോൾ പിന്നെ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് യാത്ര തുടങ്ങി. ഇത് വന്ദേ ഭാരതിൻ്റെ ഡ്രോയിങ് ഒക്കെ അവർ വരച്ച് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ഏതോ കോളേജുകാരുടെ NSS ടീം ചെയ്താണത്. ഇവിടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. പച്ചക്കൊടി കാണിക്കാൻ കിട്ടുന്ന ഒരു അവസരമാണല്ലോ നമ്മൾ രാഷ്ട്രീയക്കാർക്ക്. അപ്പം അങ്ങനെ ട്രെയിൻ തിരുപ്പൂരിൽ നിന്ന് പുറപ്പെട്ടു. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഈറോഡാണ്. ഇവിടെ ഉണ്ടായിരുന്ന ഗുഡ് ഷെഡ് ഫുള്ള് പൊളിച്ചു കളഞ്ഞു. ഇവിടെ വലിയ ഗുഡ് ഷെഡ് ഉണ്ടായിരുന്നില്ലേ, അതിപ്പോൾ കാണാനില്ല. ഫുള്ള് പൊളിച്ച് പുതിയത് പണിയാണ്. ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. മീൻവെൽ ഇപ്പോൾ നമ്മുടെ കോവ എക്സ്പ്രസ് നമ്മൾ ക്രോസ് ചെയ്യും. കോവ എക്സ്പ്രസ്. ഇതിന് കറക്റ്റ് ഒരു ബ്ലോക്ക് പുറകിലായിട്ട് ശതാബ്ദി ഉണ്ട്. ശതാബ്ദി നമ്മൾ 110 km പറക്കാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ മാലയൊക്കെ പൊട്ടി. അപ്പുറത്തെ വിൻഡോടെ പൊട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഈറോഡ് ജംഗ്ഷൻ. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലൈന് ഇതെൻ്റെ ഓർമ്മ വെച്ചിട്ടുണ്ടെങ്കിൽ ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിലേക്ക് പോകുന്ന ഒരു ലൈനാണത്. യെസ്, ആ ഒരു ഷണ്ടിങ് ലൈനാണത്. അതങ്ങനെ കയറി ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിന് ഉള്ളിലേക്ക് പോകും. ഇന്നിപ്പോൾ ഈറോഡ് ഡീസൽ ലോക്കോ ഷെഡിൽ ഡീസൽ ലോക്കോ ഒന്നുമില്ല, എല്ലാം ഇലക്ട്രിക് ലോക്കോ ആണ്. നമ്മൾ സ്ഥിരം ഓടുന്ന കാണാറുള്ള യൂട്ടിലിറ്റി ട്രാക്ക് വെഹിക്കിൾ വർക്ക് ചെയ്യുന്നതാണോ, അത് ഈ സ്ലീപ്പറുകളെ പൊക്കാൻ വേണ്ടി ആ ക്രെയിൻ എക്സ്റ്റെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ സ്ലീപ്പറിനെ പൊക്കിയെടുക്കും. അപ്പോൾ ഈ വണ്ടി പോയി കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യാൻ പറ്റും. കാരണം സൈഡിൽ മൂവിനുള്ള സമയത്ത് അത് മൂവിങ് നല്ലോടല്ല, വർക്കിംഗ് നല്ലോടല്ല. അപ്പോൾ നമ്മളങ്ങനെ ഈറോഡ് എത്തി. ഇവിടെ കുറേ സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് പിള്ളേരുണ്ടായിരുന്നു, അവരൊക്കെ ഇറങ്ങുന്നുണ്ട്. നമ്മളിവിടെ ഇറങ്ങില്ല, നമ്മളിവിടെ നിന്ന് യാത്ര തുടരും. അപ്പോൾ ഇതാണ് ഈറോഡ്.
അവിടെ പ്രോഗ്രാം ഉണ്ട് ഫ്രണ്ടിൽ പ്രോഗ്രാം ഉണ്ട് അവിടെ. ചൂടായിട്ട് എന്തെങ്കിലും മേടിച്ച് കുടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയമില്ല. അവിടെ ഉദ്ഘാടനം പരിപാടിയാണെന്ന് തോന്നിക്കുന്നു. സ്റ്റാർട്ടർ ആയിട്ടില്ല ഇതുവരെ. സ്റ്റാർട്ടർ ആയിട്ടുണ്ട്, ഇപ്പം തന്നെ വിടും. ഡോറടയെ നിന്ന് വാർണിംഗ് ലൈറ്റ് വന്നു. Doors closed. അപ്പോൾ നമ്മളങ്ങനെ ഈ റോഡിൽ നിന്ന് പതുക്കെ അനങ്ങി തുടങ്ങി. അപ്പം അങ്ങനെ ട്രെയിൻ ഇവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഇവിടെ ആരായിരുന്നു ചീഫ് ഗസ്റ്റ് എന്നറിയില്ല കേട്ടോ. ഇവിടെ കൊടി കാണിച്ച് വണ്ടി ജസ്റ്റ് ഇറങ്ങി പോകുന്നു പുറത്തോട്ട്. അപ്പോൾ അങ്ങനെ ഇവിടെ ഈറോഡ് ഹോൾട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 2 സ്റ്റോപ്പും കൂടി ഉണ്ട് ബാംഗ്ലൂർ എത്തുന്നതിന് മുമ്പ്. കാവേരി നദിക്ക് കുറുകെയുള്ള പാലമാണത്. ഇന്നത്തെ യാത്രയിൽ നമ്മൾ ക്രോസ് ചെയ്യുന്ന 3 മേജർ നദികളിലെ 3ാമത്തതാണിത്. നമ്മൾ ആദ്യം പെരിയാർ കടന്നു, അത് കഴിഞ്ഞ് ഭാരതപ്പുഴ കടന്നു, ഇപ്പം നമ്മളിതാ ഇത് കിടക്കുന്നു, നമ്മുടെ കാവേരി കിടക്കുന്നു. ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്ക് സന്തോഷകരവും സുഖപ്രദവുമായ യാത്ര ആശംസിക്കുന്നു. இந்திய ரயில்வே உங்களுக்கு மகிழ்ச்சியான மற்றும் வசதியான பயணத்தை வாழ்த்துகிறது. മാവേലിപാളയം സ്റ്റേഷനിൽ വെച്ച് ടാറ്റാനഗറിന് ഓവർടേക്ക് ചെയ്യുന്നത്. അതാണ് ടാറ്റാനഗറിന്. പിന്നെ മാവേലിപാളയം സ്റ്റേഷനിലാണ് കിടക്കുന്നതെന്നൊക്കെ കണ്ടുപിടിച്ചൊക്കെ വെച്ചതാണ്, പക്ഷേ സ്റ്റേഷൻ എത്തി ഞാൻ അറിഞ്ഞില്ല. നമ്മളങ്ങനെ സേലത്തോടെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിന് മുന്നോട്ടായിട്ടാണ് ഈ മലകളൊക്കെ കാണുന്നത്. നല്ല അടിപൊളി വിഷ്വൽസാണ് ഇവിടെ. അപ്പം നമ്മളങ്ങനെ സേലം സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുകയാണ്. ഏത് പ്ലാറ്റ്ഫോമിൽ കൊണ്ടുപോയി കയറ്റുന്നത് മനസ്സിലാവുന്നില്ല. പ്ലാറ്റ്ഫോം 5-ലേക്കല്ല, സ്ഥിരം ചെല്ലുന്ന പ്ലാറ്റ്ഫോമിലേക്കല്ല, 4-ലേക്കാണ് ചെല്ലുന്നത്. പ്ലാറ്റ്ഫോം 4-ലേക്ക് കയറി വേണ്ടി 4-ലാണ് അപ്പോൾ ഇവിടുത്തെ ചടങ്ങ്. അത് ഇമാർക്ക് എന്താ ഇവിടുത്തെ നിർത്തായിരുന്നില്ലേ? 5-ത്തിന് നിർത്താൻ 4-5 വ്യത്യാസമുള്ളത്. സേലം സ്റ്റേഷനിൽ എന്തോ വർക്ക് നടക്കുന്നുണ്ട്. ഫുട് ഓവർബ്രിഡ്ജ് തന്നു, പുതിയ ഫുട് ഓവർബ്രിഡ്ജിനുള്ള വർക്കാണ്. കാരണം അങ്ങോട്ട് ഫൗണ്ടേഷൻ ഇട്ട് പോകുന്നതാണ്. പുതിയ ഫുട് ഓവർബ്രിഡ്ജ് ആയിരിക്കും. പിന്നെ അപ്പുറത്തെ സൈഡിൽ ഒരു പ്ലാറ്റ്ഫോം കൂടി വരും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതായത് ഗുഡ് ഷെഡ് കളഞ്ഞിട്ടല്ല, ഇപ്പോൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു പ്ലാറ്റ്ഫോമായിട്ട് കൺവേർട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ടായിരുന്നു വാർത്തകളിലൊക്കെ. അതെന്തായെന്ന് അറിയില്ല. നമ്മളങ്ങനെ സേലം ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. സേലം ജംഗ്ഷനിൽ എന്തോ ചെറിയ പരിപാടി ഉണ്ട്, അവിടെ തിരക്കൊക്കെ കാണാനുണ്ട്. സത്യം പറഞ്ഞാൽ ഫ്രണ്ട് കോച്ച് പോയത് ഞാൻ കാണാമായിരുന്നു, അങ്ങോട്ട് പോയില്ല. ഞാൻ ഈ കോച്ചിൽ തന്നെ നിന്ന് യാത്ര ചെയ്യായിരുന്നു, കോച്ച് മാറാനൊന്നും പോയില്ല. അവിടുന്ന് കോയമ്പത്തൂരിൽ നിന്ന് കയറ്റിയ ലഞ്ച് ബോക്സൊക്കെ ഇവിടെ ഇറക്കുകയാണ് അവർ. വണ്ടി എടുക്കാനുള്ള നടപടികളൊക്കെ ആയിക്കഴിഞ്ഞു. ഡോറടയുന്നു എന്നുള്ള ലൈറ്റും കത്തിക്കഴിഞ്ഞു. വളരെ പെട്ടെന്നായിരുന്നില്ല, വളരെ പെട്ടെന്ന് വാതിലടഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞു. വാതിലുകൾ അടയുന്നു.
പാൻട്രിയുടെ സ്റ്റാഫ് പുറത്ത് കെട്ടുപോയത് ഡോർ തുറന്നു. അപ്പോൾ സേലത്തെ സ്വീകരണം കഴിഞ്ഞു. ഇനി അടുത്ത സ്വീകരണം നമുക്ക് കൃഷ്ണരാജപുരത്താണ്. ഭയങ്കര സ്ലോ ഡിപ്പാർച്ചർ ഇവിടുന്ന്. ഈ റോഡിൽ സ്ലോ ഡിപ്പാർച്ചറായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ഡിഗ്നിറ്ററീസ് ഒക്കെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദയവായി ഐഡൻറ്റിഫൈ ചെയ്ത് താഴെ ഒന്ന് കമൻസിൽ പറയണം ആരാണെന്നുള്ളത്. നമുക്ക് കേരളത്തിന് പുറത്തുള്ള രാഷ്ട്രീയക്കാരെ വലിയ പരിചയമില്ല. കേരളത്തിലുള്ള രാഷ്ട്രീയക്കാരെ തന്നെ എനിക്ക് ഒരുപാട് പരിചയമില്ല. കാര്യം രാഷ്ട്രീയം അത്ര അടുത്ത് ഫോളോ ചെയ്യുന്ന ഒരാളല്ല. ഏത് പാർട്ടി നല്ല ചെയ്താലും സപ്പോർട്ട് ചെയ്യാൻ നല്ലൊരു സ്കീമാണ് നമ്മുടെ. അപ്പോൾ അങ്ങനെ സേലം ജംഗ്ഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുകയായി. നമ്മുടെ മറ്റൊരു വന്ദേ ഭാരത് റൈഡ് നമ്മൾ സേലം ജംഗ്ഷൻ വഴി ചെയ്തിരിക്കുകയാണ്. സേലം ജംഗ്ഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് സ്റ്റോപ്പുള്ളത് കൃഷ്ണരാജപുരമാണ്. അത്രയും നേരം നമുക്ക് സമാധാനമായിട്ട് സഞ്ചരിക്കാം. അപ്പോൾ നമ്മളങ്ങനെ സേലം ജംഗ്ഷനിൽ യാത്ര തുടങ്ങി. ഇന്ന് നമുക്ക് 245 കിലോമീറ്റർ നോൺ സ്റ്റോപ്പ് റൺ ഉണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഒരു 29 മിനിറ്റ് അടുത്ത് 27 മിനിറ്റ് 29 മിനിറ്റ് അങ്ങനെ നമ്മൾ ലേറ്റാണ്. അതായത് ഇനോഗ്രൽ ഷെഡ്യൂളിന് വെച്ച് നോക്കുമ്പോൾ ലേറ്റാണ്. പക്ഷെ അത് റണ്ണിങ്ങിൽ മേക്കപ്പ് ചെയ്യണം. കാര്യം നമുക്ക് നോൺ സ്റ്റോപ്പ് റണ്ണാണ്. ഇനി നമുക്ക് ഇവിടുന്ന് തിരുപ്പത്തൂർ വരെ 110 തിരുപ്പത്തൂർ കഴിഞ്ഞ് സോമനായക്കപ്പട്ടി മുതൽ അങ്ങോട്ട് 130 kmph ഫിറ്റാണ്. അപ്പോൾ നമ്മൾ ടൈം മൊത്തം നമ്മളിനി മേക്കപ്പ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈന് ഓമലൂരിലേക്ക് പോകുന്ന ലൈനായിരുന്നു. അത് ഓമലൂരിലേക്ക് പോയിട്ട് അങ്ങനെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന ലൈൻ. നമ്മുടെ കോയമ്പത്തൂർ വന്ദേ ഭാരത്, നമ്മുടെ എറണാകുളം ബാംഗ്ലൂർ ഇൻ്റർസിറ്റി, കോയമ്പത്തൂർ LTT എക്സ്പ്രസ് എല്ലാം ആ വഴിയാണ് പോകുന്നത്. ഇതാണ് മാഗ്നസൈറ്റ് ജംഗ്ഷൻ ക്യാബിൻ, കൃഷ്ണരാജാപുരം. ഇതാണ് ബൈപ്പാസ് ഓമലൂർ ലിങ്ക് ലൈൻ. അതായത് ഓമലൂരിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് മെയിൻ ലൈൻ ക്രോസ് ചെയ്യാണ്ട് മെയിൻ ലൈൻ അടിയിൽ കൂടെ പാസ് ചെയ്ത് സേലത്ത് വെക്കാറാൻ പറ്റും. ഇത് മേട്ടൂർ ഡാം സൈഡിലോട്ട് പോകുന്ന ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. ചെന്നൈ സൈഡിൽ നിന്നുള്ള ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ സെക്ഷനൊക്കെ കഴിഞ്ഞ് പറക്കാൻ തുടങ്ങി. കൃഷ്ണരാജാപുരം റെയിൽവേ സ്റ്റേഷനാണ്. നമ്മൾ ഈറോഡിനും ജോലാർപേട്ടയുടെ ഇടയ്ക്കലത്തെ ഫോറസ്റ്റ് സെക്ഷനിലാണ്. ഇവിടെ നല്ല ലെഫ്റ്റ് കേവ് ഉണ്ട്. ഇവിടെ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ കുഞ്ഞ് റേക്ക് ആയതുകൊണ്ട് വളമൊന്നും അങ്ങനെ കൂടെ കിട്ടില്ല. നമുക്ക് വലിയ റേക്ക് ആയതുകൊണ്ട് ഭംഗിയുടെ കിട്ടിങ്ങനെ. പിന്നെ ഈ യാത്രക്കിടയ്ക്ക് നമ്മുടെ ചാനൽ കാണാറുള്ള കുറച്ചധികം പേരെ കണ്ടു, പരിചയപ്പെട്ടു. ഒരുപാട് സന്തോഷമായി. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട്, നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് അറിഞ്ഞതിൽ ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക, തുടർന്ന് നമ്മുടെ കണ്ടൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ കൂടുതൽ കണ്ടൻറ്റ് ഇനിയും കൊണ്ടുവരുന്നതായിരിക്കും. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ആയിട്ട് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മൾ ആ സേലം ജോലാർപേട്ട സെക്ഷനിലെ കാർഡ് സെക്ഷൻ വഴി കൊണ്ടുവരുന്നത് ചെറിയൊരു കാർഡ് പോലെയാണ്. അത് കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സ്പീഡ് ഒരു കുറവുമില്ല കേട്ടോ. ആ ഒരു കേവിൽ ചെറുതായിട്ടൊന്ന് സ്പീഡ് കുറഞ്ഞിട്ടുണ്ടാകുന്നതല്ലാണ്ട് സ്പീഡിന് ഒരു കുറവില്ല. ബാക്കിലെ ബോർഡിൽ നിന്ന് നമ്മുടെ സ്പീഡ് കാണാം. ലോക്കൂർ സ്റ്റേഷനാണ്. ലോക്കൂർ മുതൽ ഡാനിഷ് പേട്ട വരെയാണ് ട്വിൻ സിംഗിൾ ലൈൻ സെക്ഷൻ. പിന്നെ അത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. മീൻവൈൽ നമ്മുടെ ഈവനിങ് സ്നാക്സ് വന്നിട്ടുണ്ട്. അടയാർ ആനന്ദ ഭവനാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. പിന്നെ അതെന്താ സംഭവം നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ സ്നാക്ക് ബോക്സ്. സ്നാക്ക് ബോക്സിനകത്ത് ടിഷ്യൂ പേപ്പർ ഉണ്ട്. മുറുക്കാണിത്, 2 മുറുക്കുണ്ട്. ഇത് ബാദുഷാണ് തോന്നുന്നു. വല്ല കച്ചോരി ഉണ്ട്. പിന്നെ മദ്രാസ് മിക്സ്ചർ, പിന്നെ മൈസൂർ പാക്ക്, പിന്നെ ഒരു മാസ. ഇതാണ് ഇതിനകത്തുള്ളത്. നമുക്ക് രാവിലെ കിട്ടുന്നതുമായിട്ട് വളരെ സിമിലറാണിത്. ഈ മദ്രാസ് മിക്സ്ചർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ലാസ്റ്റ് ടൈം ചെന്നൈയിൽ നിന്ന് മേടിച്ചിട്ട് പോയതായിരുന്നു.
എൻ്റെ വീട്ടിൽ മോക്കും എല്ലാവർക്കും ഇത് ഇഷ്ടമാവുകയും ചെയ്തു. എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. ഇതൊക്കെയാണ് നമ്മുടെ സ്നാക്സിലുള്ളത്. പിന്നെ നമുക്ക് പതുക്കെ നമ്മുടെ സ്നാക്സ് കഴിച്ചിട്ടിരിക്കാം. അപ്പോൾ ഈവനിങ് സ്നാക്സ് ഒന്നും കൂടെ അൺപാക്ക് ചെയ്തത് അടയാർ ആനന്ദഭവനാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇതൊക്കെ എക്സ്റ്റേണൽ മൈക്ക് ഇല്ലാത്ത സൗണ്ട് കേട്ടോ. എക്സ്റ്റേണൽ മൈക്കിൻ്റെ ബാറ്ററി തീർന്നു. സെക്കൻഡ് മൈക്ക് ഉണ്ട്, വെച്ചില്ല വെച്ചു. ലൈവ് സൗണ്ട്, ആക്ച്വൽ സൗണ്ട് ആയിക്കോട്ടെ എന്ന് വെച്ചു. അപ്പോൾ പോകുന്നതാണ് ബംഗളൂരു കണ്ടോൺമെൻറ്റ് മധുരൈ വന്ദേ ഭാരത് എക്സ്പ്രസ്. അതിപ്പോൾ 16 കോച്ചിന് ഇറങ്ങിക്കാണല്ലോ അല്ലേ? അത് കണ്ടോ, വെൽക്കം ടു ചെന്നൈ ഡിവിഷൻ ബോർഡ് കണ്ടോ. നമ്മൾ തിരുപ്പത്തൂർ കഴിഞ്ഞു. തിരുപ്പത്തൂർ സ്റ്റേഷൻ ഞാൻ സത്യമായി ശ്രദ്ധിച്ചില്ലായിരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് മറ്റേ ബൈപ്പാസ് ക്യാബിനോട് തിരിയാനുള്ള സ്ഥലത്തെത്തി. നമ്മളിവിടെ തിരുപ്പത്തൂർ കഴിഞ്ഞിട്ട് ജോലാർപേട്ടെ ബൈപ്പാസ് ക്യാബിനിൽ ഒരു ക്രോസിങ്ങിന് വേണ്ടി പെട്ട് കിടക്കുകയാണ്. നമ്മൾ ക്രോസ് ചെയ്യേണ്ട വണ്ടി ഇവിടെ എത്തി. നമ്മുടെ ബൈപ്പാസ് ക്യാബിൻ എത്തി എന്നാണ് ഇത് കാണിക്കുന്നത്, വേറെ സ്മെട്രിങ് കാണിക്കുന്നത്. വരുന്നുണ്ട് വാപ്പ് 739259 വഡോദരയുടെ വത്സാറിന് എന്തോ ആണ്. വഡോദരയുടെ ലോക്കമാണ് 39259. ഓഖ തൂത്തുക്കുടി വിവേക് എക്സ്പ്രസ് ആണിത്. ഇതും ഒരു വിവേക് എക്സ്പ്രസ് ആണ്. ജനറലൊക്കെ കാലിയാണ്. ഈ വണ്ടി ഇപ്പോൾ ഇല്ല, കേരളത്തിലോട്ട് വണ്ടി അല്ലെങ്കിൽ നിറഞ്ഞ് കവിഞ്ഞു പോയേനെ. എന്തുകൊണ്ടാണെന്നറിയില്ല, പല കാരണങ്ങൾ കൊണ്ടും കേരളത്തിലേക്കുള്ള ട്രെയിനുകൾക്ക് നല്ല തിരക്കാണ്. അപ്പോൾ ക്രോസിങ് കഴിഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അല്പം മുമ്പിലായിട്ട് നമ്മുടെ ട്രാക്ക് ചേഞ്ച് ചെയ്ത് നമ്മൾ ബൈപ്പാസ് ലൈനിലേക്ക് കയറും. ഈ ജോലാർപേട്ട ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്ന ഒരു സിംഗിൾ ലൈനാണ്. സിംഗിൾ ലൈൻ ആണെന്ന് മാത്രമല്ല പെയിൻഫുള്ളി സ്ലോ ആണ്. 15 kmph 30 kmph 30 ഇല്ലെന്ന് തോന്നുന്നു, 30 ആണെന്ന് പറഞ്ഞില്ല. 15-30 kmph മാത്രം സ്പീഡ് അലൗഡ് ആയിട്ടുള്ളൊരു സ്പീഡ് കുറഞ്ഞ ലിങ്ക് ലൈനാണത്. ആ ലിങ്ക് ലൈനൊക്കെ ഡബിൾ ചെയ്യുകയും സ്പീഡ് കൂട്ടുകയൊക്കെ ചെയ്യണം. സത്യം പറഞ്ഞാൽ എന്തോരം സമയം തന്നെ ട്രെയിനിൽ അതിൻ്റെ മുകളിൽ കൂടെ കറങ്ങി പോകുന്നത്. ഈ കാണുന്നതാണ് ജോലാർപേട്ട ലിങ്ക് ക്യാബിൻ. ഈ കാണുന്ന പഴയ ക്യാബിനാണ്. ഈ കാണുന്നത് ഇപ്പോൾ ഡീകമ്മീഷൻ ചെയ്ത ക്യാബിനാണ്. അവിടെ ഇപ്പോൾ ട്രാക്ക് മെയിൻ്റെനൻസിൻ്റെ റെസ്റ്റ് ഇതാണ്. അതിനപ്പുറത്തുള്ള വലുതാണ് ഇപ്പോഴത്തെ ക്യാബിൻ. അവിടെ ഇപ്പോൾ സ്റ്റാഫ് പോസ്റ്റഡ് ആണെന്ന് തോന്നുന്നില്ല, ജസ്റ്റ് ഇൻ്റർലോക്കിംഗ് മാത്രമേ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ട്രാക്ക് മാറി തുടങ്ങി. നമ്മളങ്ങനെ ബൈപ്പാസിലോട്ട് തിരിയാണിപ്പോൾ. നമ്മൾ ലെഫ്റ്റിലോട്ട് തിരിഞ്ഞ് അങ്ങനെ പോയിട്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് വരുന്ന ബാംഗ്ലൂർ ലൈനിലേക്ക്, അതായത് ജോലാർപേട്ടയിൽ നിന്ന് തുടങ്ങി പോകുന്ന ബാംഗ്ലൂർ ലൈനിലേക്ക് നമ്മൾ പോയി ജോയിൻ ചെയ്യും. ആ ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് നമ്മുടെ ഇത് തീരും, സദേൺ റെയിൽവേ തീരും, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിലേക്ക് കയറും. ഇപ്പോൾ ഒരു ചെറിയ ദൂരം മാത്രം നമ്മൾ ചെന്നൈ ഡിവിഷനിൽ ഓടുന്നുണ്ട്. ബാക്കിയെല്ലാം നമ്മൾ അത്രയും നേരം നമ്മൾ സേലം ഡിവിഷനിലായിരുന്നു. ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരെ ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് കയറും. അതാണ് ഈ ട്രെയിനിൻ്റെ ഹോം ഡിവിഷൻ. ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് നമ്മൾ കയറും. അപ്പോൾ നമ്മളങ്ങനെ ബൈപ്പാസ് ലൈനിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ലൈനുമായിട്ട് പോയി മേർജ് ചെയ്യും. അങ്ങ് ദൂരെ ഒരു സെറ്റ് ഓഫ് ട്രാക്സ് കാണാൻ പറ്റുന്നതെന്ന് അറിയില്ല. അതാണ് നമ്മൾ പോയി കയറേണ്ട ലൈന്. അപ്പോൾ ആ കാണുന്ന ലൈനുകളാണ് നമുക്ക് പോയി കയറേണ്ടത്. ആ ലൈനിലേക്ക് നമ്മൾ പോയി കയറും. ഈ
ട്രാക്കുകളുടെ ഇടയ്ക്ക് ഒരു കാറ് നിൽക്കുന്നുണ്ടോ? അമ്പോ, ജോലാർപേടെ ലിങ്ക് ക്യാബിൻ എ എന്ന് എഴുതിയിട്ടുണ്ട്. ഷിഫ്റ്റ് ചെയ്തല്ല കേട്ടോ ക്യാബിൻ. ഇപ്പോൾ ഗേറ്റ് കീപ്പേഴ്സ് ഓഫീസ് മാത്രമാണ്. അപ്പോൾ നമ്മളിത് അങ്ങനെ മെയിൻ ലൈനിലോട്ട് മാർജ് ചെയ്യുന്നു. ഇവിടെ മുതൽ അങ്ങോട്ട് 130 kmph ടെറിട്ടറിയാണ് കേട്ടോ. അതായത് ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുന്നൊരു ട്രെയിനാണെങ്കിൽ, അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർക്ക് വരുന്നൊരു ട്രെയിനാണെങ്കിൽ end to end 130 kmph. end to end എന്ന് പറയുമ്പോൾ അതിനകത്ത് ബാംഗ്ലൂർ സിറ്റി ടു കൻറ്റോൺമെൻറ്റും അതുപോലെ പെരമ്പൂർ ടു ചെന്നൈ സെൻട്രലും 130 ഇല്ല. നമ്മൾ ഫുള്ളി മെയിൻ ലൈനിൽ കയറി. ഇതാണ് ടെറിട്ടറി. ഇവിടെ മുതൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ്. നമ്മൾ ഈ റൂട്ടിലുള്ള കുഞ്ഞ് ഗാർഡ് സെക്ഷനിലാണ്. വന്ദേ ഭാരതിലാണെങ്കിൽ കാര്യമായിട്ടൊന്നും കവർ ചെയ്യാൻ പറ്റില്ല. അതൊക്കെ നിന്ന് എന്നെ കാണേണ്ട സംഭവമാണ്. നല്ല ഭംഗിയുള്ള ഈ സ്ഥലം. ഈ സ്ഥലം എല്ലാ പ്രാവശ്യം എനിക്ക് മിസ്സാവുന്നതാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ഒന്നില്ല അകത്ത് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവും, എന്തെങ്കിലും സംഭവിക്കും. ഈ സ്ട്രെച്ച് ഞാൻ ഇതുവരെ കവർ ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ. നല്ല ഭംഗിയുള്ള ഒരു സ്ട്രെച്ചാണിത്. ഇവിടെ നമുക്കൊരു 88 kmph 90 kmph വരെ നമുക്ക് സ്പീഡ് കയറാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഒരു 80 kmph ഒക്കെ ഉണ്ടായിരുന്നു ഗാർഡ് സെക്ഷനിൽ. എനിക്കൊന്ന് ഗാർഡ് കഴിഞ്ഞു. നമ്മുടെ മുടന്നൂർ എത്താറായാണ് വേറെ ട്രെയിൻ കാണിക്കുന്നത്. നെറ്റ്വർക്ക് ഭയങ്കര മോശമാണ്. നെറ്റ്വർക്ക് ഒന്നുമില്ല. ജിയോ LTE കാണിച്ചിട്ട് എക്സ്ക്ലമേഷൻ മാർക്കുണ്ട്. പറയുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. മുളനൂരെത്തി. അപ്പുറത്ത് കിടക്കുന്ന ഡബിൾ ഡെക്കർ എനിക്കൊന്ന് കോയമ്പത്തൂർക്കുള്ളതാണെന്ന് തോന്നുന്നത്. ഉദയാണോ ചെന്നൈയിലെ ഡബിൾ ഡെക്കറാണോ എന്നറിയില്ല കേട്ടോ. ട്രെയിനിൽ പൊതുവേ ആൾ കുറവാട്ടോ. ഇന്ന് എൻ്റെ തൊട്ടടുത്ത കോച്ചാണ് C3. ഇതിൽ മിക്കവാറും സീറ്റൊക്കെ കാലിയാണ്. എനിക്കൊന്നും ഇവർ കാര്യമായിട്ട് പാസസ് ഒന്നും ഇഷ്യൂ ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. സദേൺ റെയിൽവേ ഏതെങ്കിലും കുത്തി നിറച്ചാണ്. ഇതാണ് ഇതിൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ് കോച്ച്. എന്താ ഡെക്കറേഷൻ ചെയ്തിരിക്കുന്നതാണോ, വലിയ സാറന്മാർ വരുന്ന സ്ഥലമല്ല. റെഡ് കാർപ്പറ്റ് ഇട്ടിട്ടുണ്ട്. ഇതാണ് എൻ്റെ എക്സിക്യൂട്ടീവ് ക്ലാസ്. ഇതിൻ്റെ ഒരു സീറ്റ് ഞാൻ കാണിച്ചേക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റ് എന്ന് പറയുന്നത്. സെയിം ബ്ലൂ കളർ തന്നെയാണ്, മറ്റേ ഇതിനുള്ള അതേ ബ്ലൂ ആണ്. ഇനി ഇതിനെക്കാട്ടും കുറച്ചും കൂടി കംഫർട്ടബിൾ ആണ് പുതിയ സീറ്റുകൾ. വലിയ തിരക്കൊന്നുമില്ല, ഇതും കാര്യമാണ്. ഇതാണ് ഈ വണ്ടിയിലത്തെ സീറ്റ്. വണ്ടി ഇപ്പം എൻ്റെ അറിവിൽ കുപ്പം കഴിഞ്ഞിട്ടുണ്ടാവണം. ഇനി 79 കിലോമീറ്റർ എന്നാണ് കാണിക്കുന്നത് നമ്മുടെ ഫൈൻ സ്റ്റോപ്പിലേക്ക്. നമ്മൾ 128 kmph പൊക്കോണ്ടിരിക്കുന്നത്. അടിച്ച് പറത്തി പൊക്കോണ്ടിരിക്കണേന്. അപ്പോൾ നമ്മളങ്ങനെ വളരെ പെട്ടെന്ന് ബംഗാർപേട്ടിലേക്ക് എത്താണ്. ബംഗാരപേട്ട സ്റ്റോപ്പില്ല, സ്കിപ്പാണ്. സ്കിപ്പായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു. പിടിച്ചിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു. ദ്വാ വരുന്നതാണ് നമ്മുടെ കോലാർ എന്നുള്ള റെയിൽവേ ലൈന്. കോലാറല്ല, സോറി, മാരിക്കുപ്പം. കോലാർ ലൈൻ റെയിൽവേ ലൈൻ ഈ സൈഡല്ല, ഇത് മാരിക്കുപ്പം റെയിൽവേ ലൈനാണ്.
കോലാർ എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തെറ്റല്ല, കാരണം കോലാർ ഗോൾഡ് ഫീൽഡ്സ് ഇരിക്കുന്ന മരുക്കുപ്പത്താണ്. കോലാർ ഗോൾഡ് ഫീൽഡിൽ നിന്ന് വരുന്ന ലൈനാണ്, പക്ഷേ കോലാറിലേക്ക് പോകുന്ന ലൈൻ ഡിഫറെൻ്റ് ആണ്. അത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ നിന്നാണ് പോകുന്നത്. അപ്പോൾ നമ്മളിതാ ജസ്റ്റ് ബംഗാരപ്പേട്ട സ്റ്റേഷനിലോട്ട് കയറുന്നു. ട്വിൻ കാസിപ്പേട്ട് G9 ഹോൾഡ് ഫ്രൈറ്റ്. ഏകദേശം 40 കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ ബംഗാർപേട്ട സ്കിപ്പ് ചെയ്യാണ്. ബംഗാർപേട്ട ജംഗ്ഷൻ കഴിഞ്ഞു. ഇനിയിപ്പോൾ മേജർ ജംഗ്ഷൻസ് ഒന്നും വഴിയിലില്ല. നമുക്ക് സ്റ്റോപ്പ് കൃഷ്ണരാജപുരത്താണ്. കോലാർ റെയിൽവേ ലൈൻ എന്ന് പറയുന്ന അപ്പുറത്ത് കൂടെ പോകുന്നത്. ആ ഒരു പുതിയ റെയിൻബോ ബ്രിഡ്ജ് കാണില്ല, ആ ബ്രിഡ്ജിൻ്റെയും റൈറ്റ് സൈഡിൽ കൂടെയാണ് കോലാർ ലൈൻ പോകുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ബംഗാർപേട്ട് കഴിഞ്ഞ് പറക്കാൻ തുടങ്ങി. ത്യാക്കലിലേക്ക് എത്താണ്, തേക്കൽ സ്റ്റേഷനിലേക്ക് എത്താണ്. തായ്ക്കൽ, ത്യാക്കൽ എന്നൊക്കെ പറയുന്ന സ്ഥലം. ഇവിടെ വെച്ച് നമ്മൾ ജോലാർപേട്ട KSR ബംഗളൂരു മെമ്മൂന് ഓട്ടയ്ക്കാം. തുടങ്ങി. സമയം 5:18. നമ്മൾ ഏകദേശം വൈറ്റ് ഫീൽഡ് എത്താറായിട്ടുണ്ട്. വലിയ ദൂരമില്ല. ഇനി 5 മണിയാണ് നമ്മുടെ കൃഷ്ണരാജപുരം ടൈം. ഒരു 5:30 ആകുമ്പോൾ കൃഷ്ണരാജപുരത്ത് കയറും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 5:50 കറക്റ്റായിട്ട് KSR ബംഗളൂരിൽ പോയി കയറാൻ പറ്റണം. നോക്കാം എന്താണെന്നുള്ളത്. വൈറ്റ് ഫീൽഡ് സ്റ്റേഷനിലെത്തി. മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. വൈറ്റ് ഫീൽഡ് മെട്രോ സ്റ്റേഷൻ, കാടുകൂടി മെട്രോ സ്റ്റേഷൻ. അപ്പം നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷനിലോട്ട് അടുക്കുന്നു. നമ്മുടെ ലാസ്റ്റ് ബട്ട് വൺ സ്റ്റോപ്പ്. ഇതിപ്പോൾ പ്ലാറ്റ്ഫോം 1 കൊണ്ട് കയറ്റോ അതോ 2 തന്നെ നിർത്തുമെന്ന് അറിയില്ല കേട്ടോ. ഇനി ഇവിടെ സ്വീകരണം ഉണ്ടോയെന്നറിയില്ല. എല്ലാ സാധനങ്ങളും നിങ്ങളുടെ കൈവശമുള്ളതായി ദയവായി ഉറപ്പാക്കുക. പ്ലാറ്റ്ഫോം 1 തന്നെ എടുക്കാമെന്ന് തോന്നിട്ട്. ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന പുതിയ ബ്ലൂ ലൈൻ മെട്രോ സ്റ്റേഷനാണ്. പ്ലാറ്റ്ഫോം 2 തന്നെ കയറ്റാം, 1-ലല്ല. സോറി 1 2 എന്നല്ല, അത് 4 ഇത് 3 ആണ്. 3 തന്നെ നിർത്താം.
അല്ല, ക്രോസിംഗ് ആണ്. ಭಾರತೀಯ ರೈಲ್ವೆಯಲ್ಲಿ ಪ್ರಯಾಣಿಸಿದಕ್ಕಾಗಿ ವಂದನೆಗಳು. നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ നിൽക്കുകയാണ്. ഇവിടെയും വെൽക്കം ഉണ്ടോ? ആ, ഇവിടെയും വെൽക്കം ഉണ്ടല്ലോ. ഇവിടെ എന്തോ ഒരു വെൽക്കമിങ് പരിപാടി നടക്കുന്നുണ്ട് അവിടെ. नैऋत्य रेलवे कृष्णराजपुरम रेलवे स्टेशन में आपका स्वागत है. वेलकम टू कृष्णराजपुरम रेलवे स्टेशन of South Western Railway. आपका स्वागत है. ഇപ്പോൾ ഡോറടഞ്ഞു. സമയം 5:35. 5:50 സിറ്റി സ്റ്റേഷനിൽ പോയി കയറാൻ പറ്റും. Doors are closing. അപ്പോൾ അങ്ങനെ നമ്മൾ പുറപ്പെട്ടു. കൃഷ്ണരാജപുരം സ്റ്റേഷൻ ജസ്റ്റ് പുറത്തോട്ടിറങ്ങുന്നു. തുടങ്ങിയിട്ടൊന്നും കൂടി നിർത്തി. എന്താണോ സീന്? ഡോറ് തുറന്നല്ലോ വീണ്ടും. ആരെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ പുറത്ത് വിട്ടുപോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആരെങ്കിലും ആൾ അകത്ത് വിട്ടുപോയിട്ടുണ്ടാവും. വാട്ട് ഇറ്റ് ഈസ്. ഡോറ് വീണ്ടും തുറന്നു. വീണ്ടും അടഞ്ഞു. दरवाजे बंद हो रहे हैं. ഏതോ ഡോറ് ജാമായി തോന്നുന്നു. ഏതോ ഡോറ് ജാമായിട്ട് ലോക്ക് ഇതാവുന്നില്ല. വാതിലുകൾ അടയുന്നു. ಬಾಗಿಲುಗಳು ಮುಚ್ಚುತ್ತಿವೆ. ಎಲ್ಲ ಖಾಲಿ ಸರ್, ಬಾಕಿ ಎಲ್ಲ ಆಯ್ತು ಸರ್. ಎಲ್ಲ ಆಯ್ತು ಸರ್. നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു. എന്താണോ സീന്? വീണ്ടും വണ്ടി നിർത്തി. அது உங்களுக்கு சண்டே தான் கொடுக்கணும், ப்ரொசீஜர் கிடையாது. ஓகேவா? அது வந்து உங்களுக்கு இ-ஃபார்ம் வந்து ஓகே ஓகே. ഒരു ട്രെയിൻ നിറച്ച് ലഡ്ഡു ഉണ്ടായിരുന്നു. കുറച്ച് കൊണ്ട് നമുക്ക് കൊണ്ടുതരായിരുന്നു. வர சக்கரை இப்படி வர மாட்டேங்குது, அதனால இப்படி தள்ளி അപ്പോൾ നമ്മളങ്ങനെ കൃഷ്ണരാജപുരം സ്റ്റേഷനിൽ പുറത്തോട്ടിറങ്ങി. ഇനിയിപ്പോൾ നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല, നേരെ KSR ബംഗളൂരിൽ പോയി നിർത്തിയാൽ മതി. സമയം ഇപ്പോൾ 5:40. 5:50 എന്തായാലും KSR ബംഗളൂർ എത്തില്ല, അതിൽ കൂടുതൽ ദൂരമുണ്ട്. ഒരു 6 മണി 6:10 ആകുമ്പോഴേക്കും ചെല്ലണം. ഇനി അമ്മ അവിടെ എവിടെയും പിടിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ നമ്മളങ്ങനെ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ സദേൺ റെയിൽവേ എന്ന് വരുന്ന ബാക്കി 2 വന്ദേ ഭാരതുകൾ ഇവിടെയാണ് ടെർമിനേറ്റ് ചെയ്യുന്നത്. ഇവന് മാത്രം ഇങ്ങനെയോ ഭാഗ്യത്തിന് KSR ബംഗളൂർ വരെ പോകാനുള്ള അവസരം ലഭിച്ചു. കൻറ്റോൺമെൻറ്റ് തന്നെ സ്റ്റോപ്പില്ല, റൺ ത്രൂ ആണ്. ആ കിടക്കുന്ന മിക്കവാറും കോലാർ മെമ്മോ ആയിരിക്കും. അതാണ് സാധാരണ ടെർമിനൽ സൈഡിൽ നിന്ന് പുറപ്പെടുന്നത്.
இந்திக்கே திரும்பி போகிற சொல்ல என்னடா விட்டாங்க இந்திக்கே திருப்பி நைட்டே போகிற அவருக்கு ஏன் சொன்ன அவர்த்தே சொன்னா ഞാൻ ഇവിടുത്തെ പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് പണിതിട്ടും പണിതിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരു പഴയ ഹിസ്റ്റോറിക് ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് പൊളിച്ചു കളഞ്ഞിട്ട് അവിടെയാണ് പുതിയ കെട്ടിടം പണിത് പൊക്കുന്നത്. ആ ഹിസ്റ്റോറിക് ബിൽഡിങ്ങിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഹിസ്റ്റോറിക് ബിൽഡിംഗ് എന്ന് പറയുന്നത് ഹെറിറ്റേജ് ആയിട്ട് ലിസ്റ്റഡ് ഒന്നും ആയിരുന്നില്ല. പിന്നെ റെയിൽവേ അവകാശപ്പെടുന്നത് ഇവിടെ അതിൻ്റെ സ്ട്രക്ചർ വീക്കായിരുന്നു എന്നാണ്. അവർ പൊളിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ പൊളിക്കാൻ തീരുമാനിച്ചാണല്ലോ. എന്തായാലും അപ്പോൾ നമ്മളങ്ങനെ KSR ബംഗളൂരിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. KSR ബംഗളൂരിന് ഷണ്ടിങ് ലൈനിൽ കിടക്കുന്ന ഐലൻഡ് എക്സ്പ്രസ് എന്ന റേക്കാണ് ഈ കാണുന്നത്. ഐലൻഡ് എക്സ്പ്രസ് ആണത്. നമ്മളിപ്പോൾ ജസ്റ്റ് KSR ബംഗളൂരു സ്റ്റേഷനോട്ട് കയറാൻ വന്നു. അവിടെ ഡിസ്പ്ലേ വരുന്നത് പ്രതീക്ഷിച്ചതാണ്. ഇതുവരെ ഒന്നും വന്നിട്ടില്ല. എപ്പോഴും സൂക്ഷിച്ച് കയറണം എന്നുള്ള ഇത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ത്യൻ റെയിൽവേയിൽ യാത്ര ചെയ്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഈ ഇനോഗ്രൽ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തിനി എന്ത് ചെയ്യണേ, എങ്ങോട്ട് പോകണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. മനസ്സിൽ കുറച്ച് പ്ലാനുകളുണ്ട്, അതൊക്കെ നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഉടനെ ഒരു യാത്ര പോകണം, റൂമെടുത്ത് ഒന്ന് ഉറങ്ങണമെന്നുള്ള ആലോചിച്ചിട്ടില്ല. അപ്പോൾ നമുക്കതൊക്കെ തീരുമാനിക്കണം. അപ്പോൾ നമ്മുടെ സ്റ്റേഷനിലോട്ട് ജസ്റ്റ് എത്തുന്നു. സ്റ്റേഷനിലേക്ക് എത്തി പുറത്തിറങ്ങിയിട്ട് നമുക്ക് വീഡിയോ ക്ലോസ് ചെയ്യാം. അവിടെയൊക്കെ എന്തൊക്കെയോ പുതിയ ലൈനുകളൊക്കെ വരുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. നമ്മൾ പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്കാണ് തോന്നുന്നു കയറുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ 7 പ്രതീക്ഷിച്ചത്, 7 പ്രതീക്ഷിച്ചത്. കാരണം 7 ആകുമ്പോൾ പുതിയ എൻട്രൻസ് സൈഡിലാണ്. അപ്പോൾ 5 kmph ട്രെയിൻ സ്റ്റേഷനുള്ളിലോട്ട് കയറുന്നത്. പ്ലാറ്റ്ഫോം 1 എന്തായാലും. പ്ലാറ്റ്ഫോം 1 വേറെ ഏതാ പ്ലാറ്റ്ഫോം മനസ്സിലാവുന്നില്ല. 1 തന്നെയാണോ? 1 തന്നെയാണ് കേട്ടോ. പ്ലാറ്റ്ഫോം നമ്പർ 1-ലേക്ക് തന്നെയാണ് കയറുന്നത്. ഭയങ്കര പെയിൻഫുള്ളി സ്ലോ എൻട്രൻസ് ആണ്. ക്രാന്തിവീര സംഗൊള്ളി രായണ്ണ ബംഗളൂരു സ്റ്റേഷനിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ് വന്നിരിക്കുന്നത്. അകത്തെ വെളിച്ചം കാരണം ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ യാത്ര ഇത് അവസാനിച്ചിരിക്കുകയാണ്. KSR ബംഗളൂരിലെത്തി. കേരളത്തിൽ നിന്ന് വേറെ ചെക്കന്മാരൊന്നും കാണാനില്ല. അവർക്ക് വേറെ കോച്ചിലോട്ടുമാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് പതുക്കെ കോച്ചിൽ നിന്ന് പുറത്തിറങ്ങിയേക്കാം. നമ്മുടെ യാത്ര ഇവിടെ വെച്ചാണ് അവസാനിപ്പിച്ച് പുറത്തിറങ്ങാം. 625 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് ബാംഗ്ലൂർ എത്തി. അവിടെ എന്തൊക്കെയോ പ്രോഗ്രാം ഉണ്ട്. ചുമ്മാ ഒന്ന് പോയി എന്താ പരിപാടിയെന്ന് നോക്കിയേക്കാം. നോക്കി കഴിഞ്ഞിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പുറത്തോട്ട് കയറാൻ പറ്റില്ല, വഴി അടച്ചു വെച്ചിരിക്കുക. അവിടെ എന്തോ സാംസ്കാരിക പരിപാടിയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. സാരമില്ല, നമുക്കും യാത്ര ചെയ്തതിന് നല്ല ക്ഷീണമുണ്ട്. നമുക്കെന്നാൽ പിന്നെ ഈ യാത്രയോടെ വെച്ച് അവസാനിപ്പിച്ചിട്ട് നമുക്ക് സ്റ്റേഷനിൽ പുറത്തോട്ട് പോയേക്കാം. ബാക്കി വിശേഷങ്ങൾ പുറത്ത് പോയിട്ട് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ 625 കിലോമീറ്ററുള്ള നമ്മുടെ ഇനോഗ്രൽ റൈഡ് തീർത്ത് നമ്മളിതാ KSR ബംഗളൂരിലെത്തി പുറത്തോട്ട് നടക്കുന്നു. അപ്പോൾ ഈ യാത്ര ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഫുൾ വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്കിനി മറ്റൊരു പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം. അടുത്ത യാത്ര എങ്ങോട്ടാന്ന് തീരുമാനമായിട്ടില്ല ഇതുവരെ. ഞാൻ തീരുമാനം എടുക്കട്ടെ. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങളുടെ ഫീഡ്ബാക്ക്, സജഷൻസ്, കമൻസൊക്കെ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് നമ്മുടെ UPI ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു പുതുപുത്തൻ വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും this is Vinay Shankar signing off from Platform 7. See you again in the next video. Bye-bye.